പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ജാൻസി ലിബിൻ സിസ്റ്ററാണ്. പ്രിയ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എന്റെ പേര് ജാൻസി ലിബിൻ എന്നാണ്. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. മൂത്ത മോള് 10th പഠിക്കുന്നു, മോന് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കെ, സിസ്റ്ററിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായി സമയം വേർതിരിച്ചുകൊള്ളുന്നു. എനിക്ക് ഇതിപ്പോൾ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ അരോമ ടിവിയുടെ ഒരു പ്രേക്ഷകയാണ്. അതിന്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോഴങ്ങനെ ഇതിങ്ങനെ കാണുന്നത് കൊണ്ട് അപ്പൊ എനിക്ക് തോന്നിയത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലിനെ കുറിച്ച് അനേകരോട് പറയണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. നിന്റെ ജീവിതത്തിൽ ചെയ്തതായ ദൈവത്തിന്റെ വിടുതലുകളെ അനേകരോട് പറയണം. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞ പോലെ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷിയാണോ എന്നൊക്കെ ഇങ്ങനെ ദൈവാത്മാവ് എപ്പോഴും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ അരോമ ടിവി കണ്ടുകൊണ്ട് അതിലെ അനേക സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെയും അനേകർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് അപ്പൊ ഞാൻ ദേവദാസന് മെസ്സേജ് ചെയ്തു. അങ്ങനെയാണ് ദേവദാസൻ എനിക്ക് സാക്ഷ്യത്തിനുള്ള അവസരം ഒരുക്കി തന്നത്. അതിന് ദേവദാസന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഇതുപോലെ സാക്ഷ്യം പറയാനായിട്ട് സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ എന്നെ ശ്രദ്ധിക്കുന്നതായ അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവിന്റെ ദാസനും എന്റെ സ്നേഹമന്ത്രത്തെ അറിയിച്ചു. ഞാനൊരു പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. അങ്ങനെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കുവർണ്ണിച്ചിടാം. അങ്ങനെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, അങ്ങനെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആദ്യമായിട്ട് എന്നെ ശ്രവിക്കുന്നതായ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എനിക്ക് ഒരു സഹോദരനും സഹോദരിയുമുണ്ട്. സഹോദരൻ സുവിശേഷ വേലയിലായിരിക്കുന്നു, സഹോദരി കുടുംബമായിട്ട് വിശ്വാസത്തിലായിരിക്കുന്നു. എന്റെ പിതാവ് മഹനീം ഗോസ്ബൽ മെസഞ്ചർ എന്ന ടീമുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവേല ചെയ്തുകൊണ്ട്. ഞാൻ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം എന്റെ മാതാപിതാക്കൾ എപ്രകാരമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പിതാവ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വിശ്വാസത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ മാതാവ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വിശ്വാസത്തിൽ കടന്നു വന്നതാണ്. അപ്പോൾ എന്റെ പിതാവ് ചെറിയ പ്രായത്തിൽ തന്നെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നു. പിതാവിന്റെ കുഞ്ഞ് നാളിൽ തന്നെ തന്റെ മാതാവ് മരിച്ചുപോയി. അപ്പം സഹോദരങ്ങളാണ് വളർത്തിയതൊക്കെ. അപ്പൊ അങ്ങനെ സഹോദരങ്ങളാൽ വളർത്തപ്പെട്ടു. വിവാഹത്തിന്റെ പ്രായമൊക്കെ ആയപ്പം അവര് വിവാഹം ആലോചിച്ചു.
അങ്ങനെ എൻ്റെ അമ്മേനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടതായ അങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കേണ്ടതായ ഒരു അവസ്ഥ എൻ്റെ പിതാവിനുണ്ടായി. അപ്പൊ വിവാഹത്തിന് ശേഷം സൺഡേയില് പിതാവ് ചർച്ചിൽ പോകും, പക്ഷെ അമ്മ പോകത്തില്ല, വീട്ടിലിരിക്കും. അപ്പോൾ വിവാഹം നടക്കുന്ന സമയത്ത് എന്റെ മാതാവിന്റെ അച്ഛൻ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, എന്റെ മോളെ നിർബന്ധിച്ച് പെന്തക്കോസ്തിലേക്ക് കൊണ്ടുപോകരുതെന്ന്. അപ്പൊ പിതാവ് ഓക്കെ പറഞ്ഞു, നിർബന്ധിച്ച് കൊണ്ടുപോകത്തില്ല എന്നുള്ള സംസാരിച്ചിരുന്നു. പിന്നെ പിതാവ് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പൊ അതെന്റെ നേരെ മൂത്ത കുട്ടിയായിരുന്നു, അതൊരു പെൺകുഞ്ഞായിരുന്നു. അപ്പൊ അതിന് ഒരാഴ്ചത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ അത് മരിച്ചുപോയി. അപ്പൊ അങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞപ്പോ തന്നെ അമ്മയൊക്കെ ഭയങ്കര അങ്ങനെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ അതിനെ ദൈവവേലയ്ക്ക് വേണ്ടി തന്നോളാം എന്നുള്ള ഒരു സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞിലാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ പപ്പ അമ്മയോട് സുവിശേഷം പറയുന്നത്. അങ്ങനെ സുവിശേഷം പറഞ്ഞ് അമ്മ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആ സൺഡേയില് അമ്മ ചർച്ചിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരുന്നപ്പം അമ്മയുടെ അച്ഛൻ വന്ന് ചോദിച്ചു, എന്റെ മോളെ നിർബന്ധിച്ച് പെന്തക്കോസ്തിലോട്ട് കൊണ്ടാകരുതെന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഇന്നെന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്താൽ തന്നെയാണ് പോകുന്നത്, എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല, ഞാൻ അതുകൊണ്ട് ആരാധനയ്ക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ഒരുങ്ങി അന്ന് മുതൽ പപ്പയുടെ കൂടെ ആരാധനയ്ക്ക് പോകും. അവിടെ ചെന്ന് ആരാധനയൊക്കെ കൂടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അങ്ങനെ വിശ്വാസത്തിലാണ് അവർ കടന്നു വന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ എന്നെ അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അങ്ങനെ സമർപ്പിച്ച് അങ്ങനെയാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് ശേഷം ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. അപ്പൊ അങ്ങനെ ഈ ഒരു എന്താ പറയാ ആത്മീകമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും എൻ്റെ പിതാവും മാതാവും വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ആത്മീക കാര്യങ്ങളിലാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം സൺഡേ സ്കൂളിന് പോവുക, ആരാധനയ്ക്ക് പോവുക, എല്ലാ മീറ്റിങ്ങിനും പോവുക, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിൽ പോകുന്നതിനെക്കാട്ടിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 1 മുതൽ 10 വരെ സൺഡേ സ്കൂളിൽ പഠിക്കാനും ഒക്കെ ദൈവമായ കർത്താവ് ഭാഗ്യം ഒരുക്കി തന്നു. അപ്പം ഞങ്ങൾക്ക് സഹോദരികൾക്ക് എൻ്റെ ബ്രദറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. അത് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവന് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പം ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങൾക്ക് ചെറുതായിട്ട് പാട്ട് പാടാനൊക്കെ ഒരു കഴിവുണ്ട്. അപ്പം ഞങ്ങള് ആ ഒരു രീതിയിൽ ഞങ്ങളുടെ ബാല്യപ്രായത്തിലും യൗവന പ്രായത്തിലും ഒക്കെ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അനേകം പരസ്യങ്ങളിൽ പാടുവാനും കൺവെൻഷനുകളിൽ പാടുവാനും വർഷിപ്പ് ലീഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഞാൻ എൻ്റെ ചെറുപ്രായത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടീച്ചർ ആകുക എന്നുള്ളതാണ്. അപ്പോ ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമെന്ന് പറയുന്നത് മുണ്ടക്കയത്തിനടുത്ത് വെള്ളനാട് എന്ന ഒരു പ്രദേശത്താണ്. അപ്പൊ അവിടെ മണിമലയാറിന്റെ തീരപ്രദേശമാണ്, അവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലായിരുന്നു. അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ജനിച്ചു വളർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സിൽ കയറി പോകണമെങ്കിലും ആരാധനയ്ക്ക് പോകണമെങ്കിലും അരമണിക്കൂർ നടന്നു വേണം ഞങ്ങൾക്ക് പോകാൻ. അരമണിക്കൂർ നടന്നെങ്കിൽ മാത്രമേ ബസ് കിട്ടത്തുള്ളൂ. അല്ല ആരാധനയ്ക്ക് പോകണമെങ്കിൽ ഈ അരമണിക്കൂർ നടക്കണം. അതിൽ 20 മിനിറ്റ് റബ്ബർ തോട്ടത്തിൽ കൂടെ വേണം നടക്കാൻ. റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഈ റബ്ബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോകണം. അപ്പോ ഭയങ്കര മഴയൊക്കെ പെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും പപ്പയും അമ്മയും ഞങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ആരാധനയ്ക്ക് പോവായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു തോട് കടന്നിട്ട് വേണം ഈ തോട് കടന്ന് വേണം ഇങ്ങനെ പോകാൻ വേണ്ടി. അപ്പൊ തോട് കടന്നിട്ട് ആ തോടിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇത്രയും ദൂരം നടന്ന് അപ്പൊ ഞാൻ നടക്കും, മറ്റു 2 പിള്ളേരും അമ്മയും പപ്പയും എടുക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആരാധനയ്ക്ക് പോകുമായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് നനഞ്ഞ് അങ്ങനെയൊക്കെ പോയി നനഞ്ഞിരുന്ന രാത്രിയിലെ കുടുംബ പ്രാർത്ഥനകളൊക്കെ കൂടി ഞങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രദേശത്ത് നിന്ന് 5 കുടുംബങ്ങൾ ഞങ്ങളുണ്ടായിരുന്നു വിശ്വാസത്തിൽ വന്നത്. അപ്പൊ ഞങ്ങൾ ഈ 5 ഫാമിലി, എല്ലാ വീട്ടിലും കുട്ടികളുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഒരു അച്ചായനുണ്ട്, ഈ പെട്രോമാക്സ് ഇങ്ങനെ തലയിൽ വെക്കും. തലയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ലൈന് 1, 2 ഇങ്ങനെ എല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ വരും. അപ്പൊ തോടിന്റെ സൈഡിൽ കൂടാണ് നടന്നു വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ വരുമായിരുന്നു.
അപ്പൊ ചിലപ്പോ ചൂട്ട് കത്തിച്ചോണ്ട് പന്തം പോലെയൊക്കെ കത്തിച്ചോണ്ടൊക്കെ വരുമായിരുന്നു. അപ്പം ഈ അച്ചായൻ എപ്പോഴും പറയും, ഇങ്ങനെയായിരിക്കും ഇസ്രായേൽ മക്കൾ പോയത്, അതുപോലെയാണല്ലോ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ 5 ഫാമിലി ഉണ്ട്, അപ്പം കുറെ പേരുണ്ടല്ലോ, അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങള് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമായിരുന്നു. അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചില് എല്ലാ വർഷവും 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതി സ്നാനം നടക്കും. അപ്പൊ ഈ സ്നാനം ആ പ്രദേശത്തുള്ളവർക്കെല്ലാം അറിയാം, കാരണം ഞങ്ങൾ ആ സ്നാനം നടത്തുന്ന അന്ന് ക്രിസ്മസിന്റെ അന്നാണല്ലോ. അപ്പൊ നമ്മളെല്ലാരും വെള്ളയൊക്കെ ഇട്ട് ഡ്രമ്മൊക്കെ പൊട്ടി, നമ്മൾ 25 കുടുംബങ്ങളുണ്ട് അവിടെ ചേർത്ത്. അപ്പൊ നമ്മള് ഇങ്ങനെ ലൈന് ഡ്രമ്മൊക്കെ പൊട്ടി പാട്ടൊക്കെ പാടി പിന്നെ നമ്മള് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മളിങ്ങനെ സ്നാനപ്പെടുന്നവരെയും കൊണ്ട് നമ്മള് വരും. അപ്പം ഞങ്ങൾ താമസിക്കുന്ന മണിമലയാറിന്റെ തീരം ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് ഈ സ്നാനപ്പെടുത്താനായിട്ട് ഇവർ കൊണ്ടിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ലൈനിന് ഇങ്ങനെ വരും, അവരെ സ്നാനപ്പെടുത്തി അതിനുശേഷം ഇതുപോലെ തിരിച്ച് ഇങ്ങനെ വരും. അതൊക്കെ നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ആത്മീകമായിട്ടൊക്കെ ഇങ്ങനെ നല്ല രീതിയിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പൊ അങ്ങനെ എനിക്കൊരു 12 വയസ്സുള്ള സമയത്ത് കർത്താവിന്റെ ദാസി മേരി കോവറിന്റെ ഒരു കൺവെൻഷൻ കൂടാനായിട്ട് ഇടയായി. അപ്പോ ഞാൻ നമ്മുടെ ഒരു അടുത്തൊരു ചർച്ചിലാണ് ദേവദാസി പ്രസംഗിക്കാനായിട്ട് വന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ദേവദാസി പ്രസംഗിക്കുന്ന കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഇനി അത് വളരെയധികം ചിന്തിപ്പിച്ചു, കാരണം ഞാൻ ദേവദാസന്മാര് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, എന്നാലും ദേവദാസിമാര് പ്രസംഗിക്കുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ ചിന്തിപ്പിച്ചു. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഒന്ന് എനിക്കൊരു ടീച്ചർ ആകണം, എനിക്കൊരു ദേവദാസിയാകണം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് അപ്പം എനിക്കിത് വളരെ ചിന്തിപ്പിച്ചു. ഞാൻ വിചാരിച്ചു, എനിക്കിതുപോലെ ആയാൽ ഇനി ദൈവത്തിന് വേണ്ടി അനേക സ്റ്റേജുകളിൽ എനിക്ക് ഇങ്ങനെ ദൈവത്തെ കുറിച്ച് പറയണം എന്ന ചെറിയ പ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവമായ കർത്താവ് എനിക്ക് 1 മുതൽ 10 വരെ സൺഡേ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. എന്റെ 11ാമത്തെ വയസ്സിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനിടയായി. അതിനുശേഷമാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അങ്ങനെ സ്നാനപ്പെട്ടു. അങ്ങനെ 10 വരെ സൺഡേ സ്കൂള് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ 16ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ആ ടീച്ചർ ആകുക എന്നുള്ള എന്റെ ആ ഒരു ആഗ്രഹം, അങ്ങനെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് 16ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അതായത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്റെ ഹൃദയത്തിലെ ചെറിയ ആഗ്രഹങ്ങള്, ചെറിയ താല്പര്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട്. സങ്കീർത്തനം 20 പറയുന്ന പോലെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ സാധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞില്ല. എന്റെ ഓരോരോ ചെറിയ ആവശ്യങ്ങൾ വരെ ഞാൻ ദൈവത്തോട് പറയായിരുന്നു. ചെറിയ പ്രാർത്ഥന എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ബൈബിളൊക്കെ എപ്പോഴും വായിക്കും. അങ്ങനെ ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറയാറില്ല, പക്ഷെ ദൈവത്തോട് ഞാൻ എപ്പോഴും പറയും, എനിക്കിതാ എന്റെ ആഗ്രഹം ഇതാണ്, കർത്താവ് എനിക്കത് സാധിപ്പിച്ചു തരണേ. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പിതാവിന് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു രോഗം, അതങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രോഗമല്ല, വളരെ റെയർ ആയിട്ടാണ്, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഒരു ദിവസം പപ്പ രാവിലെ കിടന്നിട്ട് എഴുന്നേക്കാൻ നോക്കിയപ്പം എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ട നിൽക്കാനൊക്കെ വയ്യാത്തൊരവസ്ഥ വന്നു. അങ്ങനെ എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പപ്പായെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓർത്തോയുടെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഈ ഒരു അസുഖമാണ്, അപ്പൊ ഇത് അവിടെ നിന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അവർ പറഞ്ഞു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജും നമ്മുടെ വീടും ഈ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ഒരു 1.5 മണിക്കൂർ, ഓടിപ്പോയ 2 മണിക്കൂർ, അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ ആ ഒരു ദൂരത്തിലാണ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഈ രോഗീനെ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇത് ഫുൾ തളർന്നു പോകും, ബോഡി ഫുൾ തളർന്നു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയും പപ്പയുടെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുമ്പേ മൊത്തം തളർന്നുപോയി, ബോഡി തളർന്നുപോയി. അങ്ങനെ ഒരു ഡെഡ് ബോഡി പോലെ ഹോസ്പിറ്റലിലാക്കി. അങ്ങനെ ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞിട്ട് ഒരാഴ്ച അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഒന്നുകിൽ ST ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ എന്റെ പപ്പേനെ അവിടുന്ന് ആംബുലൻസിലെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന പോലെ
ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. അപ്പം അവിടെ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ അങ്ങനെ കുറച്ച് സഹോദരങ്ങള്, പപ്പയുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരെല്ലാരും കൂടെ എന്റെ അമ്മയുടെ മടിയിലോട്ട് പപ്പനെ കിടത്തിയിട്ട് പറഞ്ഞു, ജീവൻ പോവാണെങ്കിൽ മടി കിടന്നു പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുവന്നു മെഡിക്കൽ ട്രിവാൻഡ്രത്ത് ശ്രീചിത്രയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവിടെ 21 ദിവസം വെന്റിലേറ്ററിലും ICU-ലുമായിട്ട് എന്റെ പപ്പ കിടന്നു. അപ്പൊ എന്റെ അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷിച്ചു തരണം, കാരണം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അമ്മ സംസാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് അമ്മയോട് പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അപ്പൊ അമ്മ ഒരുപാട് ദൈവദാസന്മാരും ഒരുപാട് ദൈവമക്കളൊക്കെയും എന്റെ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചങ്ങനെ 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു അമ്മേനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഒന്നുകിൽ നിങ്ങൾ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രം, എന്ന് വെച്ചാൽ മൊത്തം പാരലൈസ് തളർന്നു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേ കൊണ്ടുപോയ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി പോലെ. ഇപ്പം തിരിച്ചവിടുന്ന് കൊണ്ടുവരുമ്പോഴും കിടക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ ചെറിയൊരു ഓർമ്മ മാത്രം, ചെറിയൊരു സംസാരിക്കാനൊന്നും പറ്റില്ല, ചെറുതായിട്ടൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഒന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള അവസ്ഥയിൽ അവിടുന്ന് പപ്പനെ വിട്ടു. അപ്പൊ 21 ദിവസം ഇങ്ങനെ വെന്റിലേറ്ററിൽ ICU-ലൊക്കെ കിടക്കുമ്പോഴത്തേനും ഇവര് കൂടെയുള്ളവരെ ഒന്നും കാണാനൊന്നും അനുവദിക്കത്തില്ല. അപ്പൊ ആ റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഗ്ലാസ് ഉണ്ട്, അതുവഴി വേണം നമ്മൾ നോക്കാൻ വേണ്ടി. അപ്പൊ ഓരോ ദിവസം അമ്മ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഡെഡ് ബോഡി കിടക്കുന്ന പോലെ കിടക്കും, ഒരനക്കവും ഇല്ല. അപ്പൊ അമ്മ ഇരുന്ന് കരയും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു അനക്കമൊക്കെ വന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ പപ്പ ഇങ്ങനെ നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി ചെറിയ ബോധം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവര് 21 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് വിടുന്നത്. അങ്ങനെ നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവിടെ ഫിസിയോതെറാപ്പി തുടങ്ങി. അപ്പോഴൊന്നും പപ്പയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, തിരിയത്തില്ല ഒന്നും പറയുന്നത്. അപ്പൊ അങ്ങനെ അവിടെ കിടന്നു ഫിസിയോതെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് കാണാൻ പോകാൻ പറ്റത്തില്ല, പിന്നെ ശനിയാഴ്ചകൾ സ്കൂളില്ലാത്തതുകൊണ്ട് പപ്പേനെ കാണാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ ശനിയാഴ്ച ചെല്ലുമ്പോഴത്തേക്കും പപ്പ പറയുന്നത് തിരിയത്തില്ല, എങ്കിൽ പോലും ചോദിക്കും, ചർച്ചിൽ പോയായിരുന്നോ, സൺഡേ സ്കൂളിൽ പോയായിരുന്നോ എന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ പറയും പോയായിരുന്നു എന്ന് പറയും. അപ്പൊ പറഞ്ഞു വിടും, നാളെ സൺഡേ ആണ്, പോകണം. അപ്പൊ ഞാൻ 10ൽ പഠിക്കുന്നുണ്ട്, എന്റെ താഴെയാണ് 2 കുട്ടികൾ. അപ്പൊ അവർക്ക് അത്ര വലിയ അറിവില്ല. അപ്പൊ അവര് ചെറുതായതുകൊണ്ട് ഞാൻ ഇവരെ ഞായറാഴ്ച രാവിലെ ഒരുക്കിയെടുത്ത് ഞാൻ ചർച്ചിൽ പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പൊ ആന്റി എന്നോട് ഇരിക്കുകയല്ല, ഞായറാഴ്ച പോകേണ്ടതുണ്ടോ, ഞാൻ പറയില്ല പോണം. അങ്ങനെ ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് ആരാധനയ്ക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പപ്പയൊക്കെ ഏകദേശം ഒരു 4 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ 10ലായതുകൊണ്ട് ഞാൻ പഠിക്കാനൊക്കെ നല്ല മിടുക്കിയ ഒരു കുട്ടിയായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് പപ്പയ്ക്ക് രോഗം വരുന്നത്. അപ്പം എനിക്ക് നല്ല രീതിയിൽ 10ാം ക്ലാസ് പഠിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം എക്സാമിനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് മാർക്ക് ലഭിച്ചില്ല, കാരണം വീട്ടിലെ സാഹചര്യം അങ്ങനെയുള്ളതായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ളവരൊക്കെ പറയും, എപ്പോഴാ മരിച്ചെന്ന് അറിയത്തില്ല, എപ്പോഴാ മരിച്ചെന്ന് പറഞ്ഞ് ഫോൺ വരുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന സമയത്താണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നത്. ഇപ്പൊ 10ലായതുകൊണ്ട് സ്കൂൾ മുടക്കാനും പറ്റത്തില്ല, അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകുമായിരുന്നു. അപ്പൊ എങ്കിലും കർത്താവ് എനിക്ക് നല്ലൊരു വിജയം തന്നു. അതിനുശേഷം ആ ഒരു പപ്പയുടെ അത് കഴിഞ്ഞ് പപ്പ ഏകദേശം 1 വർഷം എടുത്തു ഒരുവിധമൊക്കെ നോർമലായിട്ട് വരാൻ വേണ്ടി. അപ്പൊ ഈ പപ്പയ്ക്ക് ഡോക്ടർമാര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടും ആ ഒരു വിടുതൽ ദൈവത്തിൽ കൂടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ചപ്പം എന്റെ അമ്മയ്ക്ക് ഒരു സഹോദരനേ ഉള്ളൂ. ആ അമ്മാച്ചൻ, എന്റെ അമ്മാച്ചൻ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയാണ്. അപ്പൊ ഞങ്ങളെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്. അപ്പൊ ഞങ്ങൾ ഈ വർഷത്തിൽ ഒന്നൊക്കെയാണ് ഞങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എപ്പോഴും ചെല്ലുമ്പം അമ്മയും പപ്പയും അമ്മാച്ചനും തമ്മിൽ ഈ തർക്കം ഉണ്ടാകും. സുവിശേഷം പറഞ്ഞു ഈ തർക്കം ഉണ്ടാകുമ്പോഴത്തേനും എപ്പോഴും അമ്മ പറയും ഇത് ശരിയല്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മാച്ചൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പപ്പയ്ക്ക് കിട്ടിയ ആ ഒരു വിടുതല് എന്റെ അമ്മാച്ചനിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി.
അങ്ങനെ അച്ഛൻ അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇതുപോലെ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, അപ്പൊ അവിടെ വരുന്നോന്ന് ചോദിച്ചപ്പം അങ്ങനെ പോകാത്ത അച്ഛൻ അങ്ങനെ കൺവെൻഷന് പോയി. അന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ബാബു ബ്രദറായിരുന്നു. അങ്ങനെ ആ കൺവെൻഷൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ കൺവെൻഷനിൽ എന്റെ അമ്മാച്ചന്റെ പേര് വിളിച്ചു പറഞ്ഞ ആരോഗ്യദാസൻ സംസാരിച്ചു. അന്ന് എന്റെ അമ്മാച്ചൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അമ്മാച്ചൻ പിന്നെ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഇന്ന് അമ്മാച്ചൻ ഷാരോണിൽ ഒരു പാസ്റ്ററാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ദൈവിക വിടുതൽ എന്റെ അമ്മാച്ചനിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കി. ഇന്ന് കർത്താവിന്റെ വേല ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ദൈവിക വിടുതൽ ഞങ്ങൾ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയും പപ്പയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് കിട്ടിയതെന്നും. അത് കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞ് പപ്പയുടെ ഈ രോഗം വന്നു. അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് 10th കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. നല്ലൊരു കോളേജിലാണ് ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫിനാൻഷ്യലി ഉണ്ടായിരുന്ന എല്ലാം തീർന്നു. കാരണം ഈ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് ക്യാഷ് നമുക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ക്യാഷ് കൊടുത്തൊന്നും നമുക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ദൈവം അവിടെ എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അങ്ങനെ പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്നാണ്. പ്രീ ഡിഗ്രിക്ക് ഞാൻ ജയിച്ചു. അതിന് ഡിഗ്രിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്റെ ആഗ്രഹം ഒരു ടീച്ചർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് കുട്ടിക്കാനത്ത് മരിയൻ കോളേജ് എന്നൊരു കോളേജിലാണ്. അപ്പൊ ആ കോളേജ് നല്ല കാണാൻ നല്ല രസമുള്ള ഒരു അവിടെ ആ ഒരു സ്ഥലമാണ്. അവിടെയാണ് ആ കോളേജ് ഇരിക്കുന്നത്. അപ്പോ ഒരു പ്രാവശ്യം ഞങ്ങൾ അതുവഴി ട്രാവൽ ചെയ്തു പോയ സമയത്ത് ഈ കോളേജ് കണ്ടു. അപ്പൊ എനിക്ക് അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ് എനിക്ക് ഈ കോളേജിൽ പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ അടുക്കുന്നത് എനിക്ക് ആ കോളേജിൽ പഠിക്കണം, എനിക്ക് ആ കോളേജിൽ പഠിക്കണം. അപ്പൊ ആ കോളേജിൽ 3 സ്റ്റാർട്ട് ചെയ്തിട്ട് അധികമായിട്ടില്ല. ഞങ്ങൾ 5ാമത്തെ ബാച്ച്. അപ്പൊ ആ കോളേജിൽ 3 കോഴ്സുകളേ ഉള്ളൂ. BBA, BCom, BCA. അപ്പൊ ഈ 3 കോഴ്സുകളേ ഉള്ളൂ. ഇപ്പം പണ്ടൊക്കെയുള്ള എന്റെ ധാരണ ടീച്ചർ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ BA, B.Ed അല്ലെ BS ഇങ്ങനെയുള്ളതൊക്കെ പഠിച്ചാലല്ലേ ടീച്ചർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഈ കോളേജിൽ പഠിക്കുകയും വേണം. അങ്ങനെ ഞാന് ഒരുപാട് കോളേജുകളിൽ നിന്നെല്ലാം ആപ്ലിക്കേഷൻ അയച്ചു. അല്ലാത്ത കോളേജിൽ BSc ഒക്കെ അയച്ചു. എങ്കിലും എന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ കോളേജിൽ എനിക്ക് പഠിക്കണമെന്നാണ്. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞു എനിക്ക് അവിടെ പഠിച്ചാൽ മതി. അപ്പൊ പപ്പ പറഞ്ഞു അവിടെ കിട്ടണ്ടേ, അവിടെ കിട്ടിയാലല്ലേ നിന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് പിന്നെ ക്യാഷ് കൊടുത്തൊന്നും അഡ്മിഷൻ വാങ്ങാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കാൻ പ്രാർത്ഥിക്കാന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, കർത്താവ് എനിക്ക് അവിടെ പഠിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ മറ്റു കോളേജിൽ നിന്നല്ലേ എനിക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നതെല്ലാം BScക്കാണ് വന്നത്. എനിക്കാണെങ്കിൽ അവിടെ ഒരു കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വരത്തില്ല, അവിടെ നമുക്ക് ഇന്റർവ്യൂവിന് പോകണ്ട. അങ്ങനെ അപ്പ പറഞ്ഞു നിനക്ക് അവിടെ ആഗ്രഹമാണെങ്കിൽ അവിടെ കിട്ടണം, അവിടെ പഠിച്ചു, അതല്ലാതെ നിന്നെ പ്രൈവറ്റ് വിട്ടോ പാരലൽ കോളേജിലൊന്നും വിട്ട് നിന്നെ പഠിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ക്ലാസ് തുടങ്ങാൻ ഇനി ഒരാഴ്ചയോടുള്ള സമയമുള്ളൂ. അപ്പൊ ഞാൻ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ അമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ മോൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് ചോദിച്ചപ്പം എന്റെ അമ്മ പറഞ്ഞു ഇത് നമുക്കൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ് ആ കോളേജിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ റെക്കമെൻഡ് ഒക്കെ ചെയ്തിട്ടാണ് മോൾക്ക് കിട്ടിയത്. ഒരു അച്ഛനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് നമുക്കിപ്പോ അച്ഛന്മാരൊന്നും ഇല്ല റെക്കമെൻഡ് ചെയ്യാനൊന്നും. അങ്ങനെ ഈ കോളേജിൽ അപ്പോഴത്തേനും ഈ അഡ്മിഷന്റെ ലിസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ ഈ ചേച്ചി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ജാൻസിയുടെ പേര് അതിലുണ്ട്, പക്ഷെ എനിക്ക് ഇന്റർവ്യൂവിന് കാർഡ് കിട്ടിയില്ല. അപ്പൊ ഇന്റർവ്യൂവിന് കാർഡ് കിട്ടാൻ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഇന്റർവ്യൂവിന് കാർഡ് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇന്ന പോലെ എന്റെ പേര് അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഓഫീസിൽ ഈ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ആ സിസ്റ്ററിനോട് പോയി ചോദിക്കാവോ എനിക്ക് ഇന്ന പോലെ കാർഡ് കിട്ടിയില്ല, എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞ് ചോദിക്കാവോ. അപ്പൊ ഈ ചേച്ചി ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ആ ചേച്ചി പോയി ചോദിച്ചു. അപ്പൊ ആ സിസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ കുട്ടീനെയും എന്റെ പേരന്റിനെയും കൂടെ ഒന്ന് പ്രിൻസിപ്പലിനെ ഒന്ന് കാണാൻ പറയും. അങ്ങനെ പിറ്റേന്ന് ഞാനും പപ്പയും സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് കോളേജിലോട്ട്. അവിടെ ചെന്ന് നമ്മൾ അഡ്മിഷൻ പൈസ ഒന്നും കൊണ്ടല്ല, നമുക്ക് അവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു പ്രിൻസിപ്പലിനെ കാണാനായിട്ട് റൂമിലേക്ക് കയറി. കാര്യം പറഞ്ഞു ഇതുപോലെ കാർഡ് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ട് സാറിനെ കാണാൻ വന്നു.
ഉടനെ അവിടെ അന്നേരം ആ ബോർഡില് പ്രിൻസിപ്പളും ഉണ്ട്, വൈസ് പ്രിൻസിപ്പൾ ഒരു അച്ഛനാണ്. അപ്പൊ ഇങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ചു നോക്കിയിട്ട് ഉടനെ പ്രിൻസിപ്പൾ പറഞ്ഞു, നമ്മുടെ കുട്ടിക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്തില്ല, പിന്നെ ആരാണ് കൊടുത്തത്? അതുകൊണ്ട് ഇവക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാം. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി, നമ്മുടെ കുട്ടിയോ ഇത്രയോ ഒരു ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ അഡ്മിഷൻ തരാം എന്ന രീതിയിൽ അഡ്മിഷൻ ഒന്ന് റെഡി. അപ്പൊ ഞങ്ങൾ അഡ്മിഷൻ ഫീസ് ഒന്നും കൊണ്ടുപോയില്ല. അപ്പൊ പപ്പ പറഞ്ഞു, ഞങ്ങൾ അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത ദിവസം വന്ന് അടച്ചിട്ട് യൂണിഫോം ഒക്കെ ഉണ്ട് അവിടെ, അപ്പൊ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി വന്നാൽ മതി എന്ന് പറഞ്ഞ് അന്ന് എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. അപ്പൊ അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. കാരണം എനിക്ക് അവിടെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. ആ ഇത്രയും വലിയ കോളേജില് എനിക്ക് അങ്ങനെ ആർക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അങ്ങനെ എനിക്ക് അവിടെ ബി സി എക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ ആ പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പ്രിൻസിപ്പൾ എന്നെ ഇങ്ങനെ വിളിച്ചു, എടാ എന്നും വളരെ ക്ലോസ് ആയിട്ടാണ് വിളിക്കുന്നത്, എടാ പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചതുപോലെ അല്ല കേട്ടോ, ഭയങ്കര പാടാണ് ഇത് പഠിക്കാൻ, നീ നല്ലവണ്ണം പഠിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി സാറേ, ഓക്കെ, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, നന്നായിട്ട് പഠിക്കണം കേട്ടോ, നിനക്ക് ഞാൻ അഡ്മിഷൻ തരുവാന്നുള്ള രീതി. അപ്പൊ ഞാൻ ശരി, ഞാൻ വാക്ക് കൊടുത്തു, നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോകും. പിറ്റേന്ന് എന്റെ പപ്പ അഡ്മിഷൻ ഫീസും യൂണിഫോം വാങ്ങാനും ഒക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് പപ്പ കോളേജിലോട്ട് പോയി. അങ്ങനെ അഡ്മിഷൻ ഒക്കെ റെഡിയായി. ഒരാഴ്ചയ്ക്ക് ശേഷം ക്ലാസ് തുടങ്ങി. അങ്ങനെ ക്ലാസ് തുടങ്ങി. ഞങ്ങൾക്കപ്പൊ സെമസ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ക്ലാസ് ഒക്കെ നടന്നു. എക്സാം ഒക്കെ ആയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഞാൻ ഒന്നാമത് 10th വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചു, പിന്നെ പ്രീ ഡിഗ്രി, പിന്നെ ഡിഗ്രി. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ നോക്കിയപ്പം ഞാൻ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പളിന് ഓൾറെഡി വാക്ക് കൊടുത്തു നന്നായിട്ട് പഠിച്ചു കൊള്ളാമെന്ന്. എനിക്കിത് ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു കാര്യം ചെയ്തു, എന്നും പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബൈബിള് വായിക്കും, പ്രാർത്ഥിക്കും. എന്നിട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും ഞാൻ ബൈബിള് വായിക്കും, എന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. കാരണം എനിക്ക് തന്നെ ഇത് ഇത്രയും കാര്യങ്ങൾ ബുദ്ധിയിൽ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, അതിനുശേഷമാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു. അവസാനം ദൈവമായ കർത്താവ് എനിക്ക് നല്ലൊരു റിസൾട്ട് അവിടെ BCAക്ക് നൽകി തന്നു. അങ്ങനെ BCA ഞാൻ പാസ്സായി. BCA പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ MCAക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു, എനിക്ക് MCAക്ക് പോകണം. അപ്പം എന്റെ അമ്മയും പപ്പയും പറഞ്ഞു, കാരണം നമുക്ക് പപ്പയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉണ്ടായിരുന്ന ക്യാഷുകൾ മൊത്തം തീർന്നു. അപ്പൊ ഇനി നിന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി MCA എല്ലാം സെൽഫ് ഫിനാൻസിങ്. അപ്പൊ ഈ BCAക്ക് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നോർമൽ ആയിട്ട് അഡ്മിഷൻ ഫീ വാങ്ങിയത്. അതിനുശേഷം നെക്സ്റ്റ് ഇയറിൽ ഇത് സെൽഫ് ഫിനാൻസിങ് ആയി കഴിഞ്ഞപ്പോഴത്തേനും അറിയാലോ ഫീസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെയും ഞാൻ വിചാരിക്കട്ടെ, എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കും അത്രയും നാളും അത് സെൽഫ് ഫിനാൻസിങ് ആകാതെ. അപ്പൊ സാധാരണ ഒരു ഫീസ് മാത്രം നമ്മൾ കൊടുത്തോളൂ. അപ്പൊ ഇനി MCAക്ക് ഇങ്ങനെ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അമ്മയോട് ഞാൻ പറയുമ്പോൾ അമ്മ പറയും, എന്റെ താഴെ 2 പേരുണ്ട്, അവരെ 2 പേരെയും പഠിപ്പിക്കണം, നിന്നെ മാത്രം പഠിപ്പിച്ചു പോയാൽ നടക്കത്തില്ല. നമ്മ പറയും, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കും, പിന്നെ നിന്നെ വിവാഹം കഴിച്ച് വിടുമ്പം അവർക്ക് നിന്നെ പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരൊക്കെ പഠിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു വിരോധവും ഇല്ല, നീ അന്നേരം അമ്മ പഠിച്ചാൽ മതി എന്ന് അമ്മ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ BCA കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു സ്കൂളുണ്ട്. അത് ഞാൻ പഠിച്ച സ്കൂളാണ്, നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ബസ് കയറണമെങ്കിലും ചർച്ചിൽ പോകണമെങ്കിലും ഈ അരമണിക്കൂർ നടന്നാലേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഗ്രാമപ്രദേശമാണ്, മണിമലയാറിന്റെ ആ ഒരു തീര ഭാഗമാണ്. അവിടുന്ന് നമ്മൾ കുറെ കുട്ടികളുണ്ട്, എസ്റ്റേറ്റ് മേഖലയും കൂടെ. അപ്പൊ നമ്മൾ ഇത്രയും നടന്നാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പൊ ഞാൻ ഡിഗ്രി 2002 കഴിയുന്നത്. ആ ഒരു സമയത്താണ് ഹൈസ്കൂളുകളിൽ IT എന്നൊരു സബ്ജക്ട് വരുന്നത്. അപ്പൊ അവിടെ ഒരു ടീച്ചർ IT പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറിനെ അവിടെ സ്കൂളിൽ ആക്കി. അത് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അറിഞ്ഞു അവൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം. എന്റെ ടീച്ചറിന്റെ മോനാണ് അവൻ അവിടെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ നഴ്സറി മുതൽ 10th വരെ പഠിച്ച സ്കൂളാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി,
എനിക്ക് അവിടെ നിന്ന് പഠിപ്പിക്കാനോ എനിക്ക് MCA പോകാനുള്ള പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ടീച്ചറാകണം. അപ്പൊ ഞാൻ വിചാരിച്ചു കർത്താവ് എനിക്ക് അവിടെ എന്റെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചാൽ കൊള്ളാം. അപ്പൊ അത് ആർക്കും ഒരുപാട് പേർക്കൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ്. നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അധികം ആർക്കും പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചപ്പം ഈ എന്റെ കൂടെ പഠിച്ച കുട്ടിയാണ് അവൻ അവിടെ പഠിപ്പിക്കുക. അപ്പൊ അവന് ഹയർ സ്റ്റഡീസിന് പോകാൻ തീരുമാനിച്ചപ്പം അവിടുത്തെ എച്ച് എം പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. പണ്ട് ഫോണും സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് സാർ അറിഞ്ഞു ഞാൻ വീട്ടിലുള്ളത്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു കുട്ടിയോട് പറഞ്ഞു ജാൻസി ഇന്ന പോലെ വീട്ടിലുണ്ടെങ്കിൽ അവളെ എന്നെ ഒന്ന് കാണാൻ പറയണമെന്ന് പറഞ്ഞപ്പം എന്നോട് ആ കുട്ടി വന്ന് പറഞ്ഞു എച്ച്.എം അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നാളെ സ്കൂളിൽ വരുന്ന ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേന്ന് സാറിനെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേനും എന്നെ ചെറുതിലെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും സാറുമാരും അവിടെ ഉണ്ട്. അവർ ആ വർഷം അതിന്റെ അടുത്ത വർഷം റിട്ടയർമെന്റിലേക്ക് നിൽക്കുന്ന ആ ഒരു സമയമാണ്. അപ്പൊ ഞാൻ ഇവരുടെ പഴയ സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചെന്ന് സാറിനോട് സംസാരിച്ചു. സാറ് പറഞ്ഞു നീ MCA പോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇതുപോലെ ആ കുട്ടി പോവുകയാണ്, അപ്പൊ നമുക്ക് ഇവിടെ ടീച്ചറിനെ വേണം, അപ്പൊ നീ ഉണ്ടല്ലോ. അങ്ങനെ സാർ വളരെ ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നീ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഇതുപോലെ സാറിനോട് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് തിങ്കളാഴ്ച തൊട്ട് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പോന്നു. അത് ഞാൻ ചെല്ലുന്നതിന്റെ ആ തലേ വെള്ളിയാഴ്ച സാറ് അസംബ്ലി അവിടെ സ്കൂളിൽ അസംബ്ലി വെച്ചു. അസംബ്ലി വെച്ചിട്ട് സാറ് പറഞ്ഞു നമുക്ക് തിങ്കളാഴ്ച തൊട്ട് ഒരു ടീച്ചർ വരും, അവള് നിങ്ങളെ പോലെ ഇവിടെ ബെഞ്ചിൽ വന്ന് ഇരുന്ന് പഠിച്ച ഒരു കുട്ടിയാണ്. അപ്പം അവള് തിങ്കളാഴ്ച ഇവിടെ പഠിപ്പിക്കാൻ വരികയാണ്. അപ്പൊ എന്നെ കുറിച്ച് സാറ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു രീതിയിൽ സംസാരിച്ചു. ഇപ്പൊ പിള്ളേരൊക്കെ വന്നതിനോട് പറഞ്ഞു ചേച്ചി ഇന്ന് അസംബ്ലിക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ചേച്ചി വരുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ തിങ്കളാഴ്ച സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സാറുമാരും HM ബാക്കി ടീച്ചേഴ്സ് സാറുമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം എനിക്ക് അന്നേരമാണ് മനസ്സിലായത് അവര് പഠിപ്പിച്ച ഒരു കുട്ടി അവരെ പോലെ ആ ഒരു പോസ്റ്റിൽ എത്തിച്ചേരുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം എനിക്ക് അന്ന് മനസ്സിലായി. എന്നിട്ട് അന്ന് സാറ് ഓരോ ക്ലാസ്സിലും എനിക്ക് ഹൈറ്റ് കുറവുണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ഒന്നാമത്തെ സ്ഥാനത്ത് ഞാൻ ഇരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സിലും എന്നെ വിളിച്ചിട്ട് പോയിട്ട് ഇവള് നിങ്ങളെ പോലെ ഇവിടെ ഇരുന്ന് പഠിച്ച കുട്ടിയാണ്, ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സാറ് ഭയങ്കരമായിട്ട് എന്നെ നല്ല രീതിയിൽ ഇപ്പൊ സംസാരിച്ചു. എല്ലാ ക്ലാസ്സിലും കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവത്തിന്റെ എന്റെ ഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ ഞാൻ അവിടെ സ്കൂളില് പഠിപ്പിക്കാനായിട്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ടീച്ചിങ് ജോലി ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 2 വർഷം അവിടെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ആ 2 വർഷം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടെ ഞാൻ സ്റ്റാഫ് റൂമിലൊക്കെ ഇരിക്കുന്നത്. അപ്പോഴും ഇവരെന്റെ ടീച്ചേഴ്സ് ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ടീച്ചർമാർ പറയും എടി നീ ഇപ്പം ഞങ്ങളുടെ ഒപ്പത്തിൽ ഒരു സ്റ്റാഫാണ്, നീ അതൊന്ന് വിചാരിക്കും. അങ്ങനെ ഇവര് റിട്ടയർമെന്റിലേക്ക് നിൽക്കുന്ന ആ ഒരു സമയത്ത് അധികം കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും സാറുമാരെയും കമ്പ്യൂട്ടർ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കാരണം അവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പൊ ഇവരെല്ലാം ഫ്രീ പീരീഡ് അല്ല എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, നീ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചതാ എന്നുള്ള രീതിയിൽ എല്ലാ ടീച്ചർമാരെയും സാറുമാരെയും എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതൊക്കെ എന്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ എന്ന് വെച്ചാൽ ദൈവം തന്ന വലിയ നന്മകളാണ്. കാരണം ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് അവിടെ പഠിപ്പിക്കുക, സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ള എന്റെ ആ ഒരു ആഗ്രഹം കർത്താവ് എനിക്ക് അവിടെ സാധിപ്പിച്ചു തന്നു. അതിനുശേഷം എനിക്ക് വിവാഹാലോചനകളൊക്കെ വന്നു. അപ്പോഴ് ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചില ആലോചനകളൊക്കെ എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്നപ്പോ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഇത്രയും പഠിച്ച ഒരാൾ തന്നെ എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു പിന്നെ അവര് അങ്ങനെയുള്ളവർ വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കർത്താവിന്റെ പ്രാർത്ഥിച്ചു എന്റെ അത്രയും ഡിഗ്രി വരെ പഠിച്ച ഒരാളെ എനിക്ക് മതി, എനിക്ക് അങ്ങനെയുള്ള ഒരാളിനെ എനിക്ക് വിവാഹം കഴിച്ചാൽ മതി. അത് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന സമയത്താണ് എന്റെ ഹസ്ബൻഡിന്റെ അവിടുന്ന് ട്രിവാൻഡ്രമാണ് എന്നെ വിവാഹം കഴിച്ചു വിട്ട സ്ഥലം. അവിടുന്ന് ഇവര് ആലോചന വന്നപ്പോഴത്തേനും ഹസ്ബൻഡ് ആ സമയത്ത് ട്രിവാൻഡ്രത്ത് ICS സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയമാണ്, BA BEd ആണ്. അങ്ങനെ ഈ ആലോചന ഞങ്ങൾ ആലോചിച്ച് അങ്ങനെ ഈ വിവാഹം നടന്ന് അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രത്ത് പോയി. അത് കഴിഞ്ഞ് കുറച്ച് ആളുകൾ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി. അങ്ങനെ ഇപ്പം എന്റെ ഉള്ളിൽ അപ്പോഴും എന്റെ അമ്മ പണ്ട് പറഞ്ഞ ആഗ്രഹമുണ്ട്,
നിനക്ക് MCA പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ, അപ്പൊ നിന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പഠിപ്പിക്കുവാണെങ്കിൽ നീ പഠിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു. എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് MCA പഠിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നീ എന്താണ് MCA പഠിക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഇന്നതുപോലെയൊക്കെയാണ്, അങ്ങനെയാണ്, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് പഠിക്കാൻ. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ആഗ്രഹം ഉണ്ടോ പഠിക്കണമെന്ന്? അന്ന് ഞാൻ പപ്പയോട് സംസാരിക്കാൻ വന്നു. ഇപ്പൊ പപ്പയാണ് സെൻട്രൽ ഗവൺമെന്റില് ജോലി ഉണ്ടായിരുന്ന റിട്ടയർമെന്റ് ആയ ഒരു ആളായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പപ്പ ഇച്ചിരി പട്ടാള ചിട്ട അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പപ്പയോട് ഞാൻ പോയി സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി സംസാരിക്കുന്നു. എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാം, പപ്പയോട് ചോദിക്കാം, പപ്പ ചിലപ്പോ സമ്മതിച്ചാലോ, നിനക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഹസ്ബൻഡ് ചെന്ന് പപ്പയോട് സംസാരിച്ചു. അപ്പൊ പപ്പയോട് സംസാരിച്ചപ്പോ പപ്പ പറഞ്ഞു, അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണമെന്ന്, എങ്കിൽ നമുക്ക് അവളെ പഠിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ പപ്പ സംസാരിച്ചു. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞു, പപ്പ പറഞ്ഞു പഠിപ്പിക്കാൻ തന്നെയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഒന്ന് നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഇത് ഞാനവിടെ ചെന്ന് പപ്പയുടെ ചെന്നപ്പോ ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണമെന്ന്, എന്നാ പഠിപ്പിക്കാം, പക്ഷെ ഒരു കാര്യം, നല്ല റിസൾട്ട് വേണം, ഇടയ്ക്ക് പേപ്പർ പോയി അത് ഫെയിലായി എന്നും പറഞ്ഞൊന്നും വരരുത്, നന്നായിട്ട് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നാ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ BCA കഴിഞ്ഞത് കൊണ്ട് MCAക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടാമായിരുന്നു. അല്ലാതെ പഠിക്കുകയാണെങ്കിൽ 6 സെമിസ്റ്റർ ഉണ്ട്. ഈ ലാറ്ററൽ എൻട്രി വഴി 4 സെമിസ്റ്റർ പഠിച്ചാൽ മതി. അങ്ങനെ എനിക്ക് അവിടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്റർ ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഞാൻ MCAക്ക് ജോയിൻ ചെയ്തു. അപ്പോ എന്റെ ആ ഒരു ആഗ്രഹം കർത്താവ് എനിക്ക് വീണ്ടും, അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്നങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ലെങ്കിൽ എന്റെ മനസ്സിൽ എപ്പോഴും കർത്താവേ എനിക്ക് MCA പഠിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു പിതാവിനോട് സംസാരിക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ എന്റെ ആ ഒരു ആഗ്രഹം MCAക്ക് ജോയിൻ ചെയ്യാനായിട്ടില്ലായി. അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം എഴുതി. ആദ്യത്തെ എക്സാം എഴുതിയിട്ട് വന്ന അപ്പൊ തന്നെ എനിക്ക് ചെറിയ സുഖമില്ലാതൊക്കെ പനിയൊക്കെ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, അന്ന് പ്രഗ്നൻസി എന്ന് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴ അത് പോസിറ്റീവാണ്. അപ്പോ അപ്പൊ എനിക്ക് വീണ്ടും വിഷമമായി. ഒന്ന് പഠിക്കണം, അതിന്റെ കൂടെ പ്രഗ്നന്റും ആയി. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, രണ്ടും കൂടെ എങ്ങനെയാണ്? പപ്പയ്ക്ക് നീ നന്നായിട്ട് പഠിച്ചോളാം, നല്ല മാർക്ക് വാങ്ങിച്ചോളാം എന്നൊരു വാക്കും കൊടുത്തുപോയി, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കും, രണ്ടും ഒരുപോലെ കൊണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ സെമസ്റ്റർ എക്സാം എല്ലാം എഴുതി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സെമസ്റ്റർ എക്സാം എഴുതി. മൂന്നാമത്തെ സെമസ്റ്ററിന്റെ എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് ഞാൻ ഡെലിവറി ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ നാലാമത്തെ സെമസ്റ്ററിൽ ഞങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ ഈ തേർഡ് സെമസ്റ്റർ എഴുതാത്തവർക്ക് രണ്ടും കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം, ഫൈനലായിട്ട് എഴുതാം. അപ്പൊ ഞാൻ തീരുമാനിച്ചു പറഞ്ഞാല് ഈ തേർഡ് സെമസ്റ്ററിന്റെ എക്സാം എഴുതണം, ഫോർത്ത് സെമസ്റ്ററിലെ പ്രോജക്റ്റിന്റെ. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, ശിംഷോൻ പ്രാർത്ഥിച്ചില്ലേ, കർത്താവായ യഹോവേ എന്നെ ഓർക്കണമേ എന്നുള്ള രീതിയിൽ ഞാനിന്ന് പ്രാർത്ഥിക്കായിരുന്നു കർത്താവ്. അപ്പൊ മോൾക്ക് അന്നേരം 9 മാസമായി. അപ്പൊ എനിക്ക് ഈ പുസ്തകം ഇനി എടുത്തു വെച്ച് പഠിക്കാൻ പറ്റത്തില്ല, കാരണം പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ് നന്നായിട്ട് പഠിച്ചോളാം, നല്ല റിസൾട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ മോളെന്ന് പറയുന്നത് ഒരു നല്ലൊരു കുട്ടിയാണ്. അങ്ങനെ വഴക്കോ കരച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് മോളുടെ കയ്യിൽ ഒരു ബുക്ക് എടുത്ത് അങ്ങ് കൊടുക്കും. അപ്പൊ ഇവള് ഇരിക്കുമായിരുന്നു. അപ്പൊ ഇവള് ഇരുന്നോണ്ട് ഈ ബുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഞാനിരുന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ച് കർത്താവ് അവിടെ നിന്നും എനിക്ക് നല്ലൊരു റിസൾട്ട് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. MCA അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തപ്പോൾ പപ്പ പറഞ്ഞു, ആ ശരി, നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ കർത്താവ് എന്റെ ആ ഒരു ആഗ്രഹം, MCA പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു, അങ്ങനെ അതെനിക്ക് സാധിപ്പിച്ചു. അതിനുശേഷം MCA കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് പറഞ്ഞു, MCA ഒക്കെ കഴിഞ്ഞു, അപ്പൊ ഇനി എവിടെയെങ്കിലും വീണ്ടും എവിടെ സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും കയറാം, ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ന്യൂസ് പേപ്പറിലും ഒക്കെ നോക്കുമായിരുന്നു എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെന്ന്. അപ്പൊ ഹസ്ബൻഡിന്റെ ഒക്കെ വീടിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു യാത്ര ചെയ്ത് പോകുന്ന സ്ഥലത്ത് ഞാൻ ചോദിച്ചു, ഇവിടെ നമുക്ക് ജോലി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് കിട്ടാൻ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും, ഒന്നാമത് അതൊരു പിന്നെ ഹിന്ദുസിന്റെ മാനേജ്മെന്റ്, പിന്നെ നമ്മൾ ഈ പെന്തക്കോസ്തുകാരൊക്കെയാണല്ലോ, ഇങ്ങനെ ഓർണമെന്റ്സ് ഒന്നും ഇടാതെയൊക്കെ ചിലപ്പോൾ അവർ നമ്മളെ എടുക്കത്തില്ലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ചിലപ്പോ കിട്ടിയാലോ, വീടിന്റെ അടുത്താണ്, ഒരുപാട് പേരുണ്ട് അടുത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പേപ്പറിൽ ഇങ്ങനെ ആഡ് വന്നു, അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, ഗസ്റ്റ് ലെക്ചറിന്റെ വേക്കൻസി ഉണ്ടെന്ന്.
അപ്പൊ എന്നോട് പറഞ്ഞു, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഇവിടെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്, അപ്പൊ നീ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പം അവിടുത്തെ സാറ് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഉള്ളില് ഒരു ടെൻഷൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ബി എഡ് ഒന്നുമില്ല. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ബി എഡ് ഇല്ല. ബി എക്കാർക്ക് ബി എസ് സിക്കാർക്കൊക്കെ അല്ലേ ബി എഡ് ഉള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പഠിപ്പിക്കുന്നതിന് എന്റേതായ ഒരു രീതിയുണ്ട്. അതിന് ഈ ബി എഡുകാരുടെ രീതിയിലുള്ള പഠിപ്പിനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഹസ്ബൻഡ് ബി എഡ് ആയതുകൊണ്ട് എന്നോട് പറയും, ഞങ്ങള് ബി എഡിന് ഇങ്ങനെയൊക്കെ പഠിച്ചു അങ്ങനെയൊക്കെ പഠിച്ചു എന്ന് പറയും. അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ഒരു രീതിയിലാണ്. അങ്ങനെ ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ എനിക്ക് പോകണമെന്നുമുണ്ട്, പക്ഷെ എനിക്കൊരു ഉള്ളിൽ ഒരു പേടിയുണ്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ ഞാൻ തന്നെ പോകത്തില്ല, എന്റെ കൂടെ വരാവോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിനെന്താ, ഞാൻ വരാം. അന്ന് പിന്നെ ഹസ്ബൻഡ് അന്ന് എന്റെ കൂടെ ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മള് ചെന്നു. സെക്യൂരിറ്റി കൂടെ വന്നവരെ ഒരു റൂമിലേക്ക് ഇരുത്തി നമ്മളെ വേറൊരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നമ്മൾ പ്രിൻസിപ്പലിനെ കണ്ടു, മാർക്ക് ലിസ്റ്റുകളെല്ലാം അവര് നോക്കി. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡെമോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഇവിടെ ഒരു സെമസ്റ്റർ എങ്കിലും പഠിപ്പിച്ചാൽ എനിക്ക് കൊള്ളാം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. അവിടെ ഇരുന്ന് പഠിപ്പിക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോ ഈ നമ്മൾ ഡെമോ എടുക്കാൻ വേണ്ടി നമ്മളെ പിയോട് ഇങ്ങനെ വിളിച്ച് അവിടെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് എന്റെ ഉള്ള ധൈര്യം കൂടെ ചോർന്നു പോയി. കാരണം അവിടെ 4 സാറുമാരിപ്പുണ്ട്. അതിൽ 2 പേര് പ്രായമുള്ള പ്രൊഫസർമാരാണ് ഇരിക്കുന്നത്. പിന്നെ അത് 2 പേര് ഇത്തിരി പ്രായമുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാർ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ മുന്നിൽ ഞാൻ ക്ലാസ് എടുക്കണം. അങ്ങനെ ഞാനൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോയത്. കാരണം ഡെമോ എന്താണെങ്കിലും എടുപ്പിക്കുമെന്നറിയാം. ഞാൻ എന്താണെങ്കിലും ഞാനിവിടെ ധൈര്യം കർത്താവിനെ വിളിച്ച് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ. ഞാനൊരു 10 മിനിറ്റ് അവിടെ ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആ സാറുമാരെല്ലാവരും ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ക്ലാസ് എടുത്തത് ചിലപ്പോൾ കൊള്ളത്തില്ലായിരിക്കും, എന്താണ് ഇവർ എന്നെ നോക്കി ചിരിച്ചതെന്ന് പറഞ്ഞിട്ട് അതിലൊരു സാർ എന്നോട് പറഞ്ഞു, ഓക്കെ നാൻസി, എന്നാല് പോയി പ്രിൻസിപ്പലിനെ ഒന്ന് പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വന്നു. ഇങ്ങനെ വന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് റൂമിലേക്ക് ഇങ്ങനെ ആ ഡോർ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴത്തേന് പെട്ടെന്ന് അവിടെ ഇരുന്ന പ്രിൻസിപ്പൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു, ജാൻസി, ജാൻസിയുടെ ക്ലാസ് വളരെ എക്സലന്റ് ആയിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പം എന്നാണ് ജാൻസിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക? അപ്പൊ ഞാൻ എനിക്ക് അത് അതിശയമാണ്. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അതിന് മുന്നിൽ നല്ല ഒരു അഭിപ്രായമാണ് കിട്ടിയേക്കുന്നത്, ജാൻസിക്ക് എന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്തോളാം. അങ്ങനെ അന്ന് എനിക്ക് സാർ അവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ് തന്നു. അങ്ങനെ ഞാൻ അതിന്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ കുറെ കുട്ടികൾ വന്നിരുന്നു. ഞങ്ങൾ അതിൽ 3 പേര് മാത്രം ജോയിൻ ചെയ്തോളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ഹസ്ബൻഡിനെ കാണുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞു അവിടെ ജോലി കിട്ടുന്നത്. ഹസ്ബൻഡിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് അപ്പോയിന്റ്മെന്റും കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എനിക്ക് പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം കർത്താവ് അതും എനിക്ക് സാധിപ്പിച്ചു. എന്റെ ചെറിയ നാള് മുതലേ കർത്താവ് എന്റെ ഹൃദയത്തിലെ ഓരോ ആഗ്രഹങ്ങളും ഓരോ താല്പര്യങ്ങളും എനിക്ക് നടത്തി തരുമായിരുന്നു. ഇങ്ങനെ ഞാൻ എല്ലാവരോടും പറയത്തില്ല, പക്ഷെ എന്റെ ഉള്ളില് കർത്താവ് ഇങ്ങനെ എപ്പോഴും ഞാൻ പറയും, കർത്താവ് എനിക്ക് അത് വേണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, ആ ഒരു രീതിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ എനിക്ക് 2 സെമസ്റ്റർ പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സെമസ്റ്ററിലൊക്കെ ഒരു സെമസ്റ്റർ കഴിഞ്ഞു, ബ്രേക്ക് ഉണ്ട്. അത് ആ സമയത്ത് നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്കുള്ള സബ്ജക്റ്റുകൾ ടീച്ചേഴ്സിനെ അങ്ങോട്ട് നമ്മൾ ഏതൊക്കെയാ പോർഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് തരും. അപ്പൊ അങ്ങനെ ആ ഒരു ദിവസം എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ അതിന്റെ നെക്സ്റ്റ് ഡേ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ മറ്റു ടീച്ചേഴ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തു. എനിക്കാണെങ്കിൽ ടഫ് ആയിട്ടുള്ളതാണ് കിട്ടിയത്. അതില് മറ്റ് ഒരുവിധമുള്ളതൊക്കെ എനിക്ക് പഠിപ്പിക്കാം, പക്ഷെ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്, ഞാനത് പഠിച്ചിട്ടില്ല. അപ്പം അത് പഠിപ്പിക്കേണ്ടത് ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് നോക്കി എനിക്ക് ഒരു കാരണവശാലും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ആ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഓതറിന്റെയാണ്. എന്ന് വെച്ചാൽ അത് എഴുതിയേക്കുന്ന ഇംഗ്ലീഷാണ്, പക്ഷെ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നു. ഞാനിത് നോക്കിയിട്ട് അമ്മ എനിക്കിത് പറ്റത്തില്ല, ഞാൻ എച്ച്ഒഡിയോട് പറഞ്ഞു എനിക്കിത് പറ്റത്തില്ല പഠിപ്പിക്കാൻ, എനിക്കിത് മാറ്റി തരണമെന്ന് പറഞ്ഞപ്പം എന്നോട് എച്ച്ഒഡി പറഞ്ഞു ജാൻസിക്ക് കൊടുക്കാനാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്, അവസാനം അതിൽ ജാൻസിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെന്നു, സാറേ ഞാൻ പറഞ്ഞു എനിക്കിത് അറിയത്തില്ല പഠിപ്പിക്കാൻ, എനിക്കറിയാത്ത ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് അത്രയും കൂടെ ഞാൻ പഠിച്ച്
ഒരുപാട് ട്രൈ ചെയ്തിട്ട് വേണം ഞാൻ കുട്ടികളുടെ മുന്നിൽ പഠിക്കാൻ. അതുമല്ല ബേസിക് ആയിട്ടുള്ള കുട്ടികളാണ് ഓക്കെ, പക്ഷെ ഇത് ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവർക്ക് പഠിക്കുന്ന കുട്ടികളുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ അത്രത്തോളം എന്താ പറയാ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. കാരണം അവർ ഡൗട്ട്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ സാറ് പറഞ്ഞു കുഴപ്പമില്ല ജാൻസി ട്രൈ ചെയ്യും, ജാൻസിയെ കൊണ്ട് അത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ വിഷമിച്ചു. ഇത് എങ്ങനെ എനിക്ക് ഒരു ഇതുമില്ല ഇത് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ഒരു ക്ലാസ് എടുക്കുക, കുട്ടികൾക്ക് മനസ്സിലായാലും കുട്ടികൾ എന്നെ സാറിനോട് കംപ്ലൈന്റ് പറയുമല്ലോ ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ല, അപ്പൊ നിന്നെ മാറ്റുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർക്ക് ആഴ്ച 2 ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വന്ന ഒരു പോർഷൻ പഠിപ്പിക്കാനുള്ളതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും എനിക്കൊരു തൃപ്തിയില്ല ഇത് പഠിപ്പിക്കാൻ. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഒരു പോർഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. അപ്പൊ എനിക്കിത് പോകാനായിട്ട് ഒരു തൃപ്തിയില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കയറി. അന്ന് കുട്ടികളുടെ മുഖമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്കൊന്നും ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലായി, എനിക്ക് തന്നെ അറിയില്ല, പിന്നെ ഞാൻ ഇവരെ പഠിപ്പിക്കും. അങ്ങനെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ് ഇതുപോലെ കയറി കഴിഞ്ഞപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി കുട്ടികൾക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് മാറ്റിയും തരത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത അവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ 2 ക്ലാസ് പഠിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് വന്നപ്പോഴത്തേനും അച്ചോടി എന്നോട് പറഞ്ഞു, ജാൻസി പ്രിൻസിപ്പള് ജാൻസിനെ അന്വേഷിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി കുട്ടികൾ കംപ്ലൈന്റ്സ് കൊണ്ടിരുന്ന് കാണും. അപ്പൊ അതെനിക്ക് പറയാനായിരിക്കും. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയോടെയാണ് പ്രിൻസിപ്പളുടെ റൂമിലോട്ട് ചെല്ലുന്നത്. കാരണം എനിക്ക് ഇത് ഒഴിവായി കിട്ടുമല്ലോ, എനിക്ക് ഈ സബ്ജക്ട് പഠിപ്പിക്കണ്ടല്ലോ, വേറെ ആർക്കെങ്കിലും കൊടുത്തോളുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സാറിന്റെ അടുത്ത് ചെല്ലുകയാണ്. ഞാൻ ചോദിച്ചു സാർ എന്നെ തിരക്കി. അപ്പൊ ഞാൻ തിരക്കിയായിരുന്നു ജാൻസി. അത് ബിടെക്കുകാർ വന്ന് ജാൻസി കുറച്ച് കംപ്ലൈന്റ് വന്നു, അവർക്ക് പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതല്ലേ എനിക്കിത് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ എനിക്ക് എത്രയും ഇനി നോക്കിയാലും എനിക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ സാർ പറഞ്ഞു ഇല്ല ജാൻസിയെ കൊണ്ട് സാധിക്കും, ജാൻസി ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു 2 ക്ലാസ് കൂടി എടുത്ത് നോക്ക്, എന്നിട്ട് ഇനി പിള്ളേർ വന്നിട്ട് പറയുന്നു. അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ വന്നു. അപ്പൊ എനിക്ക് പിന്നെ പിറ്റേ ദിവസം അവരുടെ ക്ലാസ് ഉള്ള എനിക്ക് തലേന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാൻ രാത്രിയിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഞാൻ ആ പിള്ളേരെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ, ആരും ഈ സബ്ജക്ട് ഏൽക്കുന്നുമില്ല. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ നെക്സ്റ്റ് ക്ലാസ് എടുക്കാൻ പോയി. അന്ന് കുട്ടികളിലൊക്കെ ഒരു ഭാവ വ്യത്യാസങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പൊ കുട്ടികൾ മനസ്സിലാകുന്ന രീതിയിലൊക്കെ എനിക്ക് ഡൗട്ടൊക്കെ ചോദിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ വരെ പഠിപ്പിച്ച പോലെ അല്ലല്ലോ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നു, കുട്ടികൾക്ക് വ്യത്യാസം വന്നു തുടങ്ങി അല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് വേറൊരു ക്ലാസ് കൂടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരൊക്കെ ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചു. കാരണം എനിക്കറിയത്തില്ലാത്ത കാര്യമാണ്, പക്ഷെ എനിക്ക് ദൈവം അത് പഠിപ്പിക്കാനുള്ള കഴിവ് ദൈവം തന്നു കഴിവ്. അങ്ങനെ ഞാൻ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞ് അവസാനം ഈ സെമസ്റ്ററിന്റെ എക്സാം കുട്ടികൾ എഴുതി. അപ്പം കുറച്ച് കുട്ടികളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു ഇപ്പൊ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്ക് തന്നില്ല. അപ്പൊ ഞാൻ എന്നും പ്രാർത്ഥിക്കും കർത്താവെ എന്റെ ഈ സബ്ജക്റ്റിന് ആരും തോറ്റു പോകരുത്, കാരണം ഇവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടണം. ഓൾറെഡി കുട്ടികൾ എന്നെ കംപ്ലൈന്റ് ചെയ്തതാണ്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടണം എന്ന് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് നല്ല റിസൾട്ട് കിട്ടണമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഈ കുട്ടികളുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഒരു സബ്ജക്റ്റിനാണ് മാർക്ക് കൂടുതൽ. എന്നിട്ട് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിസ്സേ ഞങ്ങൾ എന്തോരം കുറ്റം പറഞ്ഞെന്നറിയാമോ, മിസ് പഠിപ്പിക്കുന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രിൻസിപ്പളിന്റെ അടുത്ത് വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ എനിക്ക് അവിടെ 2 സെമസ്റ്റർ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ദൈവമായ കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ടീച്ചിങ്ങിലൊക്കെ ആയിരിക്കുമ്പോഴും എൻ്റെ ഉള്ളില് എപ്പോഴും ദൈവവേല ചെയ്യണം, എനിക്ക് എങ്ങനൊന്നും പോരാ. കാരണം ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ അതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പരിശോധനകൾ നടത്തുന്നതിലാണെങ്കിലും എന്ത് ചർച്ചിൽ എന്ത് ആക്ടിവിറ്റീസിനും ഞങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദൈവം തന്നതായ താലന്തുകൾ കഴിവുകളൊക്കെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. പപ്പയാണെങ്കിൽ പാസ്റ്റർ ഇല്ലാത്തപ്പം ഒരു അസിസ്റ്റന്റ് പോലെ ചർച്ചിലെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പൊ എന്റെ ആഗ്രഹം ഞാൻ ഹസ്ബൻഡിനോട് പറയും നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, സുവിശേഷ വേല ചെയ്യണം. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവര് നേരത്തെ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നു ഒരു 15 വയസ്സ് വരെ. അതിനുശേഷം വിശ്വാസത്തിൽ വന്നതാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുന്നത്, അതിനുശേഷമാണ് പപ്പയും അമ്മേനെയും വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ ഹസ്ബൻഡിന് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, ഒരു 7 പേരുണ്ട്.
അപ്പൊ ഇവരെല്ലാവരും ഈ കരിസ്മാറ്റിക്കിന്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ വന്നത് കൊണ്ട് അപ്പൊ ഇവര് അവിടെയുള്ള നാട്ടിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുകയും യൗവനക്കാരുടെ ഇടയിലൊക്കെ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാരും പറയും മോളെ ലിബിനൊക്കെ ലിബിന്റെ ഒക്കെ ആ ഒരു പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പൊ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുകൾ 6 പേരും ഇപ്പൊ പാസ്റ്റർമാരാണ്. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടീച്ചറായിട്ട് ജോലി ചെയ്ത് അങ്ങനെ മാറിയത്, ബാക്കി എല്ലാവരും പാസ്റ്റർമാര്. അപ്പൊ ഞാൻ പറയും കൂട്ടുകാരൊക്കെ പാസ്റ്റർമാരൊക്കെ ആയാലും അപ്പൊ എനിക്കും ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ രീതിയിൽ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ എന്നോട് എപ്പോഴും പറയും. അപ്പൊ ഞങ്ങള് ഇടയ്ക്കൊക്കെ ട്രാക്ട് കൊടുക്കാനും അവിടെയും ട്രിവാൻഡ്രം ചർച്ചിൽ പരസ്യങ്ങളൊക്കെ നടത്തും. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ പോകും. മോളെ വീട്ടിൽ കൊണ്ട് വിട്ട്, മോള് ചെറുതാണ്, വീട്ടിൽ കൊണ്ട് വിട്ടിട്ടൊക്കെ ഞങ്ങള് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ അതിൽ നിന്നുകൊണ്ടൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. കാരണം എനിക്ക് കുറച്ചുകൂടി ദൈവത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ ആണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. അത് ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു എപ്പോഴും ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് ഒരു മോളെ നൽകി തന്നു. ഈ മോള് ജനിച്ചപ്പോൾ മോളുടെ തലയിൽ നിറയെ മുടിയുണ്ടായിരുന്നു. മുടി നിറച്ചുണ്ടായിരുന്നു. 1 വയസ്സ് കഴിഞ്ഞിട്ട് മുടി ഞങ്ങള് തലയൊക്കെ മുഴുവൻ മുടി വടിച്ചു കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവളുടെ തലയിൽ മുടി കിളുക്കുന്നില്ല, വീണ്ടും കിളിർക്കുന്നില്ല. ഈ ആൺകുട്ടികളുടെ തലയിൽ മുടി ഇരിക്കുന്നത് കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് രണ്ടാമതും മൊത്തം തലയിലെ മുടി വടിച്ചു കളഞ്ഞു. എന്നിട്ടും അങ്ങനെ തന്നെ അത് കിളുക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ 3 പ്രാവശ്യം ഈ തലയിലെ മുടി മൊത്തം എടുത്തു കളഞ്ഞിട്ടും ഇവളുടെ മുടി പിന്നെയും കിളുക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ്. ഒരു പെൺകുട്ടിയുടെ മുടി കിളുക്കുന്ന രീതിയിലല്ല കിളുത്തോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ അപ്പൊ കാണുന്നവരൊക്കെ ചോദിക്കും ഇത് ആൺകുട്ടിയാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു, മോളുടെ തലയിൽ മുടി കിളുക്കുന്നില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഡോക്ടർ വേറൊരു ഡോക്ടറിനെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതാണ്, അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡോക്ടർ ലേഡിയാണ്, ഞങ്ങൾ അവിടെ ചെന്ന് മോളെ കാണിച്ചു. കഴിഞ്ഞപ്പോ ഡോക്ടർ കുറെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്താണ് ഇത്രയും നാളും ഈ നിറയെ മുടി ഉണ്ടായിരുന്നില്ല ജനിച്ചപ്പോഴേ, അതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് അതങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ആയതാണ്, നേരത്തെ അതൊന്നും കളയണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെങ്കില് ഞാനൊരു ഓയിൻമെന്റ് തരാം, നിങ്ങൾ അത് കുഞ്ഞോള് കുളിച്ചു കഴിഞ്ഞിട്ട് തലയിൽ ഒന്ന് തേച്ചു കൊടുക്കണം. മുടി കിളുക്കുവാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ തല ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം പെൺകുഞ്ഞല്ലേ. അപ്പൊ ഓൾറെഡി എല്ലാവരും നമ്മള് ഓർണമെന്റ്സ് ഒന്നും ഇടാത്തത് കൊണ്ട് ഇവളെ കാണുമ്പോൾ ആൺകുഞ്ഞാണെന്ന് നമുക്ക് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ അവിടെ ഒരു പാസ്റ്റർ ആന്റി ഉണ്ട്. അപ്പൊ ആന്റിയുടെ അടുത്ത് ഞങ്ങള് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇതുപോലെയാണ് മോളുടെ തലയിൽ ഇപ്പൊ മുടി വളരുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കുവാണ്, അത് എത്ര വെട്ടിയാലും ഇങ്ങനെ തന്നെ ഉള്ളു, എന്താ ചെയ്യുന്നത് വെച്ചാൽ ആന്റി എന്നോട് പറഞ്ഞു ചാൻസി ഒരു കാര്യം ചെയ്യും, ഒരു ബോട്ടില് പാരച്ചൂട്ടിന്റെ എണ്ണ വാങ്ങിച്ചിട്ട് ജാൻസി എന്നും സ്തോത്രം പറഞ്ഞ് തലയിൽ വെക്കാം, സ്തോത്രം പറഞ്ഞ് തലയിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അത്ഭുതങ്ങളും ദൈവം നടത്തിയ വഴികളൊക്കെ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ ആന്റി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു, കടയിൽ പോയി ഒരു ബോട്ടിൽ പാരച്ചൂട്ടിന്റെ എണ്ണ വാങ്ങിച്ചിട്ട് ഞാൻ പിറ്റന്ന് മുതല് മോൾക്ക് കുളിക്കാൻ എണ്ണ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്തോത്രം 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 ഇങ്ങനെ പറഞ്ഞ് മോളുടെ തലയിലോട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. അങ്ങനെ 1 മാസം ഞാൻ എണ്ണ വെച്ചു, മോളുടെ മുടി എന്നെ കിളിർക്കാൻ തുടങ്ങി. അങ്ങനെ മോളുടെ മുടി നന്നായിട്ട് വളർന്നു. അപ്പം അത് എന്റെ ആ ഫോട്ടോയിൽ നോക്കി അറിയാൻ പറ്റും. മോളുടെ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് മോളുടെ മുടി നന്നായിട്ടാണ് വളർന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് മോളെ കാണുന്നവർക്ക് ഇവളുടെ മുടി എങ്ങനെ ഇങ്ങനെയായത്, പിന്നെ നേരത്തെ തലയിൽ മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ നന്നായിട്ട് വളർന്നല്ലോ. അപ്പൊ ഞാൻ പറയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. മരുന്ന് കൊണ്ടൊന്നും ഡോക്ടർ തന്ന മരുന്ന് വിട്ടിട്ടൊന്നും ഒരു ഇതുമില്ലായിരുന്നു, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് തലയിൽ എണ്ണ വെച്ചു, അങ്ങനെ കിളിർത്ത മുടിയാണെന്ന് പറഞ്ഞ അങ്ങനെ ഒരു അത്ഭുതം. മോൾക്ക് ഇന്നും നല്ല മുടിയുണ്ട്. അപ്പൊ അങ്ങനെ ദൈവം ആ ഒരു അത്ഭുതം ചെയ്തു. അപ്പം എനിക്ക് എപ്പോഴും ഈ പിന്നെ ദൈവത്തിൽ ആ ഒരു വിശ്വാസം തന്നിട്ടുള്ളതുകൊണ്ട് അപ്പൊ അത് എനിക്ക് ഒന്നുകൂടി എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. കാരണം മെഡിസിൻ എന്റെ പപ്പയുടെ രോഗസൗഖ്യം എനിക്കറിയാം, അതിനുശേഷം മോള് അങ്ങനെ അത് തലയിലെ മുടി കിളിർക്കുവാനിടയായിട്ട്. അങ്ങനെ മോൾക്ക് 7 വയസ്സായപ്പോ ഞങ്ങൾക്ക് രണ്ടാമത് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല, മോളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മോളെപ്പോഴും പറയും നമുക്കൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്.
അപ്പൊ ഞാൻ പറയും നിനക്ക് ആണിനെയാണോ ഇഷ്ടം പെണ്ണിനെയാണോ ഇഷ്ടം ചോദിച്ചപ്പോ അവള് പറയും മമ്മി ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ നമുക്കൊരു ആണ് വാങ്ങിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പോ ആ ഒരു സമയത്ത് രണ്ട് ദേവദാസന്മാരിൽ കൂടെയും ആലോചന കിട്ടി. നിങ്ങൾക്ക് ഞാൻ ഒരു ആൺകുഞ്ഞിനെ ആൺപൈതലിനെ നൽകി തരുമെന്ന്. അപ്പൊ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു ആലോചനയുണ്ട്, അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മോൾ എന്ത് ചെയ്യും, മോള് ചെറുതിൽ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഇവളിങ്ങനെ തലയിൽ ഒരു ഷോൾ ഇട്ടിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും, യേശുപ്പച്ച എനിക്കൊരാണ് വാങ്ങി തരണേ. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഞാനും ഹസ്ബൻഡും ചിരിക്കുമായിരുന്നു, പറയും അവളിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്, ഇന്നും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പോസിറ്റീവ് ആണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഇത് അങ്ങനെ പറ്റില്ല, ഇതൊന്ന് കൺഫേം ചെയ്തിട്ട് പോയാൽ മതി, നമുക്ക് ഇന്നലെ ഇതൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ശരി സ്കാൻ ചെയ്യണം. നിങ്ങൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്നും തെളിയുന്നില്ല, ഒന്നും ക്ലിയർ അല്ല. അപ്പൊ തിരിച്ച് ഞങ്ങൾ ഡോക്ടറിനെ കാണുന്നത് ഡോക്ടർ പറഞ്ഞു അതൊന്നും ക്ലിയർ അല്ലല്ലോ, അപ്പൊ നമുക്കിത് കൺഫേം ചെയ്യണമെങ്കിൽ ഒന്നും കൂടി സ്കാൻ ചെയ്തിട്ട് മതി, അപ്പൊ നിങ്ങൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരണം, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി സ്കാൻ ചെയ്തിട്ട് കൺഫേം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഓക്കെ ഇത് ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല, ഇത് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് ഞങ്ങൾക്ക് കൺഫേം ചെയ്തു. അന്ന് ഞങ്ങള് ദൈവത്തിന്റെ ആലോചന വാഗ്ദത്തം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആൺകുഞ്ഞിനെ കിട്ടുമെന്ന്. അപ്പൊ ഞങ്ങള് വീട്ടിൽ വന്നിട്ട് ഞങ്ങള് അതിന്റെ മൂത്ത മോളുടെ പേര് സ്നേഹ എന്നാണ്. അപ്പൊ ഞങ്ങൾ അന്ന് ഈ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് ഞങ്ങൾ പേരിട്ടു. അപ്പൊ മോള് പറഞ്ഞു മമ്മി എന്റെ പേര് സ്നേഹ എന്നായതുകൊണ്ട് അവനും ഇതുപോലെ ചേരുന്ന ഒരു പേരിടണമെന്ന്. അങ്ങനെ ഞങ്ങൾ മോന് സ്നേഹൽ എന്ന് പേരിട്ടു. സ്നേഹൽ എന്ന് അന്ന് രാത്രി ഞങ്ങൾ പേരിട്ടു. അന്ന് ഞങ്ങൾ പേരിട്ടിട്ട് ഞങ്ങൾ 3 പേരെ ഉള്ളെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും, ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. സ്നേഹലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്നേഹലിനെ ഓർത്ത് അങ്ങനെ ദൈവം ഞങ്ങള് ആ പ്രഗ്നൻസി മുഴുവൻ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ കഴിച്ചിട്ട് പ്രാർത്ഥിച്ച് ദൈവം തന്ന ആ ഒരു ഉത്തരഫലത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ പ്രഗ്നൻസി ആയ സമയത്ത് തന്നെ അങ്ങനെ ഞങ്ങൾ ദൈവവേലയ്ക്ക് സമർപ്പിച്ചിട്ടാണ് അവനെ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയൊക്കെ കടന്നു. എന്റെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായി. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശത്രു ഞങ്ങളെ അതിൽ നിന്നും അത് ഞങ്ങൾക്ക് കിട്ടാതെ വരാനുള്ള പല സാഹചര്യങ്ങളും നോക്കി. അങ്ങനെ 9 മാസം തുടങ്ങുന്ന അന്ന് എന്റെ ബ്രദറിന്റെ വൈഫും കൂടെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവര് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചോറ് ഇങ്ങനെ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച സമയത്ത് അതെന്റെ വയറിലേക്ക് വീണു. വയറ് പൊള്ളിപ്പോയി കുറെ വയറിലെ തൊലിയെല്ലാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനും മോനും തീരേണ്ടതാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വയറിങ്ങനെ വലുതായിട്ടിരുന്നത് കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ കുറെ തൊലി അങ്ങ് പോയി. അത് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, പക്ഷെ ഇത് ഇൻഫെക്ഷൻ ആകാതെ നോക്കണം എന്ന് പറഞ്ഞു. കാരണം ഡെലിവറി അടുത്ത് വരുന്ന സമയമാണ്, ഇൻഫെക്ഷൻ ആകാൻ നോക്കണം. അങ്ങനെ ഞാനൊരു 5 ദിവസം അവിടെ കിടന്നു. എനിക്ക് ഡ്രസ്സൊക്കെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ചെറിയ ഒരു മയം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞു കോട്ടയത്തേക്ക് പോകണം, തിരുവനന്തപുരത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു ശരി എന്നാ ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയത്തേക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ 3-4 ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴൊക്കെ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര പേടി. കാരണം ഒന്ന് ഡെലിവറി അടുത്തിരിക്കുന്ന സമയം വയറ് പൊള്ളിയിരിക്കുന്നു, വയറിലെ കുറെ തൊലികളെല്ലാം പോയി. അപ്പൊ പറഞ്ഞു ഇവിടെ ഇത് പറ്റുമെന്ന് തോന്നിയില്ല, കാരണം ആദ്യത്തെ മോളെ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ പറ്റുമെന്ന് തോന്നില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി, അവിടെ കാണിച്ചോണ്ടിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാ ഡോക്ടർമാരും ഇതുപോലെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരാളിന്റെ വയറിലേക്ക് കഞ്ഞിവെള്ളം, ഈ ഒരു കേസ് ആദ്യമായിട്ട് എല്ലാവരും എന്ത് പറ്റി എന്ന് നമ്മുടെ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ പഠിക്കുന്ന കുറെ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഇങ്ങനെ പറയായിരുന്നു എന്നെ കാണുമ്പോൾ എല്ലാം. അങ്ങനെ അങ്ങനെ ആ ഒരു അതിൽ നിന്ന് കർത്താവ് വിടുവിച്ച് അങ്ങനെ ശത്രു നശിപ്പിച്ചു കളയാനായിട്ട് നോക്കിയാൽ. അങ്ങനെ എനിക്ക് ഡെലിവറി അടുത്ത സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു.
അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ, ആ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എനിക്ക് ബോഡി ഭയങ്കര വീക്കാണ്, എനിക്ക് പറ്റത്തില്ല, കാരണം മൂത്തത് നോർമൽ ആയിരുന്നത് കൊണ്ട് എനിക്ക് രണ്ടാമതും അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് രാത്രിയിൽ പെയിൻ വന്നു. അങ്ങനെ ലേബർ റൂമിന്റെ പ്രൈമറി അങ്ങോട്ട് റൂമിലേക്ക് മാറ്റി. അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ആ നോക്കുന്നതിന്റെ മെയിൻ ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഈ കുട്ടി ഇപ്പോഴൊന്നും ഡെലിവറി ഒന്നും ആകത്തില്ല, ഇതിനെ തിരിച്ച് റൂമിലോട്ട് പറഞ്ഞു വിട്ടാല് കുറെ സമയം എടുക്കും, അതുകൊണ്ട് ഇതിനെ പറഞ്ഞു വിട്ടേക്കാം. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ചേച്ചി റൂമിലോട്ട് പൊക്കും, ഞാൻ സമയമാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നെ അന്നേരത്തേനും ഡോക്ടർ ഇരിക്കുന്ന ടേബിളിന്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാന് അപ്പൊ അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പോഴൊന്നും ഡെലിവറി ആവില്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോയിട്ട് റൂമിൽ പോയിട്ട് ആ സമയം അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇനിയും ഞാനിത് എത്രയും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുക, വിഷമിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പൊ ഡോക്ടർ നമ്മുടെ ഷീറ്റിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ എഴുതുന്നു. പെട്ടെന്ന് എനിക്കൊരു പെട്ടെന്ന് എനിക്കൊരു വേദന വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, പെട്ടെന്ന് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി, ഇത്ര നല്ലൊരു കുഴപ്പമില്ല, അപ്പൊ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഡോക്ടർ തന്നെ എന്നെ പെട്ടെന്ന് പിടിച്ച് അപ്പുറത്തെ ബെഡിലേക്ക് കൊണ്ട് കിടത്തി. പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ പെട്ടെന്ന് എന്നെ വീൽചെയറിൽ അങ്ങ് ആദ്യത്തെ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പത്തേന് ഈ മെയിൻ ഡോക്ടർ അവിടെ നിന്നിട്ട് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന സമയത്ത് ഡോക്ടർ ചോദിച്ചു, ഇതിനെ എവിടെ കൊണ്ടുപോവാ, ഇതിപ്പോ ഡെലിവറി ആകത്തില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇപ്പൊ എവിടെ കൊണ്ടുപോകുന്ന ചോദിച്ചപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു, അതിന് നിൽക്കാൻ വയ്യ, ഇപ്പൊ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു അതിനെ അകത്തേക്കാണ്. അവിടെ എന്നെ അകത്ത് കൊണ്ട് കയറ്റുന്ന സമയം 9 മണിയാണ്. അപ്പൊ ഞാൻ അവിടെ എന്നെ കൊണ്ട് അവിടെ കൊണ്ട് കിടത്തി. അപ്പൊ ഞാൻ ദൈവത്തോട് ഇത്രയും മാത്രം പ്രാർത്ഥിച്ചു, എനിക്ക് ശരീരത്തിൽ താങ്ങാനുള്ള ഒരു ശേഷിയില്ല, കാരണം എന്റെ ബോഡി വീക്കാണ്, എന്റെ വയറിൽ മുറിവുണ്ട്. പിന്നെ മോളുടെ ഡെലിവറിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം, 8:30 ലേബർ റൂമിൽ കേട്ടിട്ട് 2:45 കുഞ്ഞിനെ പ്രസവിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് നന്നായിട്ട് അറിയും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് സാധിപ്പിച്ചു തരണേ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് 9 മണിയായി എന്നെ അതിനകത്തേക്ക് കയറ്റി. 9:30-ക്കുള്ളിൽ ഡെലിവറി. ഞാനൊന്നും അറിഞ്ഞില്ല. വളരെ അത്ഭുതമാണ്, ദൈവം എന്നെ അതിൽ നിന്നും പെട്ടെന്ന് എനിക്ക് അതിന് എല്ലാം വിടുതൽ വന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവരോട് ചോദിച്ചില്ല, ഇത് എന്റെ കുഞ്ഞ് എന്ത് കുഞ്ഞാണ്, കാരണം ഞാൻ ആൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് ആൺകുഞ്ഞിനെ മതി. അങ്ങനെ ഇത് മോനെ കൊണ്ടുപോയി ക്ലീൻ എല്ലാം ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ജാൻസി ഇത് കണ്ടോ, ഇതാരാണെന്ന് പറഞ്ഞ് എനിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു, കർത്താവെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പോ അവര് ചോദിച്ചു, എന്താണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു ആണിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവ് അങ്ങനെ ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി തന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തി. അപ്പൊ കർത്താവ് ആ ഒരു എന്താ പറയാ, ഈ മോന് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിച്ചപ്പോ എന്റെ മോൾ എപ്പോഴും ഇപ്പോഴും പറയും, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മോള് പറയും, അവനെ വീട്ടിൽ വിളിക്കുന്ന അച്ചു എന്നാണ്. അപ്പൊ പറയും, നമ്മൾ അച്ചുവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാലോ മമ്മിയെന്ന്. കാരണം ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കും, എന്നും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാലും കർത്താവ് ഞങ്ങളുടെ ആ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ആൺബൈതിനെയും ദൈവം നൽകി തന്നു. ഊനമില്ലാത്ത 2 തലമുറകളെ കർത്താവ് നൽകി തന്നു. അങ്ങനെ ദൈവം ഓരോ അത്ഭുതങ്ങൾ ചെയ്തു തരുന്നുണ്ട്. എങ്കിൽ പോലും അതിന് അവൻ ആഗ്രഹിച്ചതുപോലെ, ദൈവം ആഗ്രഹിച്ചതുപോലെ സുവിശേഷ വേലയുടെ ആ ഒരു ഭാഗമാകാത്തതിന്റെ ഒരു വിഷമം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം 2022 ഒരു ഡിസംബർ മാസം നമ്മുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ കടന്നു വന്നു. ആ ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു. ഇപ്പൊ നല്ലൊരു പ്രസംഗിയാണ്. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, ആ ദേവദാസൻ ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ ഉപയോഗിക്കണേ എന്ന് ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പം അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനും ഇനി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവെ. ഇത്ര നാൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ഉള്ളില്, ചെറുതിലെ മുതലേ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ ദാസി മേരി ഗോവർ പ്രസംഗിക്കുന്ന കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ ആ ഒരു ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു, കർത്താവെ എന്നെ ഉപയോഗിക്കണേ എന്നുള്ള രീതിയിൽ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ മോന്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയതുപോലെ അങ്ങനെ ആരോഗ്യം വരുന്നുണ്ട്. അങ്ങനെ 2023 ഫെബ്രുവരി മാസം 26 സൺഡേ ആണ്. സൺഡേ ഞാൻ ചർച്ചിൽ ആരാധന കഴിഞ്ഞിട്ട്, ഞങ്ങൾ കൂടുന്ന ചർച്ചിൽ ആരാധന കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. അന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് നന്നായിട്ട് തൊണ്ടയ്ക്ക് വേദന, ഒരു പനിക്കുന്ന ഒരു ഫീലും, തൊണ്ടവേദനയൊക്കെ വന്നു. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി തൊണ്ട നന്നായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ തിങ്കളാഴ്ച ഞാനൊരു ENT പോയി കണ്ടു. ENT പോയി കണ്ട് ഡോക്ടർ നോക്കിയിട്ടും പറഞ്ഞു തൊണ്ട മുഴുവൻ ഇൻഫെക്റ്റഡ് ആണ്, അപ്പം ആന്റിബയോട്ടിക് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ, ആന്റിബയോട്ടിക് കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ, എനിക്ക് ഓൾറെഡി വയറില് ഗ്യാസിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ ഞാനൊരു മരുന്നൊക്കെ തന്നിട്ടുണ്ട്, എന്താണേലും 5 ദിവസം ആന്റിബയോട്ടിക് കഴിക്കും. അപ്പൊ ശരിയെന്നു. അങ്ങനെ ഡോക്ടർ തിങ്കളാഴ്ച ഞാൻ രാവിലെ ഡോക്ടറിനെ കാണുന്നു. അപ്പൊ 2 നേരം കഴിക്കാനാണ്. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഒരു കോഴ്സ് ടാബ്ലറ്റ് കഴിച്ചു. അന്ന് എനിക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു, രണ്ടാമത്തെ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം എനിക്ക് പിന്നെ വയറ് വീർത്ത് വരികയാണോ, നെഞ്ചിന് വേദനയാണോ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇത് കഴിച്ചിട്ട് പറ്റത്തില്ല. അപ്പൊ അന്ന് വൈകിട്ടായപ്പോ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യും, പിറ്റേന്ന് ഇത് ഡോക്ടറിനോട് ഇന്ന് കാര്യം പറയാം, എന്നെ പോലെയാ, എനിക്ക് ഇത് കഴിച്ചില്ല, അന്ന് വൈകിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ മരുന്ന് അന്ന് ഇനി കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തിരിച്ചിങ്ങ് വീട്ടിൽ വന്നു. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. ഉച്ചയ്ക്കും അതുപോലെ ഫുഡ് കഴിച്ചു. പിന്നെ വീണ്ടും എനിക്ക് ടോയ്ലറ്റിൽ പോകണം. രാത്രി ഇതുപോലെ വീണ്ടും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഗതി എന്ന് വെച്ചാൽ വളരെ എന്ന് വെച്ചാൽ, കാരണം എനിക്ക് അതുപോലെ അങ്ങ് പോവുകയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ അന്ന് വീട്ടില് ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പിന്നെ അങ്ങ് വിറക്കിയ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഞാന് നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ ആന്റി മോനും കൂടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോയി. കാരണം ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോയി. അപ്പൊ അന്ന് അവിടെ അവിടെ പോയി വീട്ടിൽ റെസ്റ്റ് ചെയ്തു. ആന്റി നേഴ്സാണ്. അപ്പൊ ഞങ്ങൾ അവിടെ തങ്ങി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ആന്റി പറഞ്ഞു എന്തെങ്കിലും രാത്രി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ അന്ന് ഞങ്ങൾ അവിടെ തങ്ങി. പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ അന്ന് പിറ്റേന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് കഴിക്കുന്ന ഫുഡ് അതുപോലെ പുറത്തേക്ക് പോകുന്ന ഒരു അനുഭവം വന്നു തുടങ്ങി. കാരണം എന്റെ വയറിലെ എല്ലാം പ്രശ്നമായി. കാരണം എനിക്ക് ഡൈജഷൻ ഇല്ല, കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ ഇങ്ങനെ വരിക. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇനി ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ എനിക്ക് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുമ്പോൾ പെട്ടെന്ന് കാഷ്വാലിറ്റി കൊണ്ടുപോയി ട്രിപ്പ് ഇടും. തിരിച്ച് വീട്ടിൽ മെഡിസിൻ ഒന്നും എനിക്ക് പറ്റത്തില്ല, മെഡിസിൻ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, വയറ് മൊത്തം പ്രശ്നമാണ്. അങ്ങനെ ഡ്രിപ്പ് ഇടും, ക്ഷീണം മാറുമ്പോൾ അവർ പറയും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ അവര് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നു. എന്നിട്ട് വയറ് സ്കാൻ ചെയ്യണം. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ എനിക്ക് ബ്ലഡ് കുറവാണ്, HB കുറവാണ്. അങ്ങനെ ഓരോ ടെസ്റ്റ്, എല്ലാം ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഓരോ വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വയറുവേദന ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് വയറ് സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ വയറ് സ്കാൻ ചെയ്തപ്പം മനസ്സിലായി വയറിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു എന്നാൽ ഇത് ഗൈനക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷന് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേന് അവര് പറഞ്ഞു ഇത് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് അവര് ബയോപ്സിക്ക് വിട്ടു. 21 ദിവസമാണ് അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി. അപ്പം വീണ്ടും ഞങ്ങൾ ഗ്യാസ്ട്രോയെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ റിസൾട്ട് വരാതെ അവരൊന്നും പറയില്ല. അങ്ങനെ ഞങ്ങള് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ്ട്രോയെ കാണിച്ചപ്പം അവര് എന്നോട് ഒരു അസിസ്റ്റന്റ് ഡോക്ടറാണ്,
അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനൊരു സത്യം പറയാം, ചേച്ചിക്ക് ഇനിയും ഇവിടെയും ബയോപ്സി ചെയ്യേണ്ടി വരും. കാരണം അവിടെ ഒരു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ഡോക്ടറും പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ഡോക്ടറിനെ കാണാൻ കയറി. ഇപ്പം എന്റെ പപ്പയാണ് കൂടെ വന്നത്. പപ്പയോട് പറഞ്ഞു, വരണ്ട, പുറത്തിരുന്നാ മതി, ഞാൻ തന്നെ കയറിക്കോളാം. കാരണം ഡോക്ടർ എന്താ പറയാൻ പോകുന്നത് ഞാൻ മാത്രം കേട്ടാ മതി, പപ്പ കേൾക്കണ്ട. പപ്പയ്ക്ക് ചിലപ്പോൾ അത് താങ്ങാനുള്ള ഇതുണ്ടാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ വരണ്ട, ഇവിടെ ഇരുന്നാ മതി, ഞാൻ കയറിക്കോളാം. ഞാൻ തന്നെയാണ് കയറി. ഞാൻ തന്നെ കയറി ഡോക്ടറിനോട് കാര്യം പറഞ്ഞു. ഇവിടെയും അത് തന്നെയാണ് ചാൻസ്. അതുകൊണ്ട് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ഓക്കെ. അത് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോ പപ്പ ചോദിച്ചു എന്താ. ഞാൻ ഒന്നുമില്ല, ഡോക്ടർ ഇനിയും കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. കാരണം എല്ലാം ബയോപ്സിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് മൊത്തം എഴുതി തന്നത്. അപ്പൊ അങ്ങനെ ഞാന് വീട്ടിൽ വന്നു. ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളെ ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ അവളോട് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, എടി ഇന്ന പോലെയാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയോടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അവള് പറഞ്ഞു, സാരമില്ലടി, നമുക്ക് പ്രാർത്ഥിക്കാം. അവൾ എപ്പോഴും എന്നെ വിളിച്ച് ഫോണിനകത്തോടെ അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവൾ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അവള് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അന്നേരം ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആന്റിയെ വിളിച്ചു പറഞ്ഞു. ആന്റി പറഞ്ഞു, ജാൻസി വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ഈ വയ്യാതായി കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ചർച്ചിലുള്ള എല്ലാവരും പാസ്റ്ററും ആന്റിയും സഭയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് മെഡിസിൻ ഒന്നും കഴിക്കാൻ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഡോക്ടേഴ്സിനും അധികം ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഉള്ളത് ട്രിപ്പ് എടുക്കുക, ക്ഷീണം മാറുക, വീട്ടിൽ വരിക. അപ്പൊ ഞാൻ ഒരു മാസത്തോളം കഞ്ഞി, ഒരു ശകലം കഞ്ഞിയും കഞ്ഞിവെള്ളവും ഇതാണ് കുടിക്കുന്നത്. കാരണം അത് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയില് അപ്പൊ ഞാൻ എന്റെ ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8 കിലോയോളം കുറഞ്ഞു. കാരണം ഒന്നും കഴിക്കാതെ കിടന്ന് എനിക്കറിയാം ഞാൻ മരിച്ചു പോകുന്നു. എനിക്ക് നന്നായിട്ട് എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കും, എനിക്കിങ്ങനെ വിറയ്ക്കുമായിരുന്നു. എനിക്ക് മരിച്ചു പോകുന്നുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടായി. അപ്പൊ എന്റെ അമ്മ എന്നെ കണ്ടിട്ട് അമ്മയും അമ്മയുടെ സഹോദരങ്ങളോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, അവൾ ഇങ്ങനെ എങ്ങനെയാവുന്ന അറിയത്തില്ല, എത്ര നാളിരിക്കുമെന്ന് അറിയില്ല. ആ ഒരു സ്റ്റേജിലേക്ക് അങ്ങ് മാറി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വന്നിരുന്ന് കരയുക മാത്രം ചെയ്യും. ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കരഞ്ഞപ്പം ഞാനൊരു ദർശനം കണ്ടു. ഞാന് മരിച്ചുപോയി. ഞാൻ മരിച്ചുപോയി. എന്റെ ബോഡി ഇങ്ങനെ പുറപ്പിച്ചിട്ടിരിക്കുക. അതിനുശേഷം പിന്നെ ഒരു കാഴ്ച ഉണ്ട്, എന്റെ അസ്ഥികളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ഓൾറെഡി എനിക്കറിയാം ഞാൻ മരിച്ചു പോകുന്നു. അപ്പൊ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാൻ അധികാലം ജീവിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് കൊണ്ട് എനിക്ക് പേടിയില്ല, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യം എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് ഹിസ്കിയാവിന്റെ ആയുസിനെ നീട്ടിക്കൊടുത്തതുപോലെ എന്നെയും ഓർത്ത് എനിക്ക് ആയുസിനെ നീട്ടി തരണം. കാരണം ഞാൻ എന്റെ ചെറുപ്രായത്തിലും യൗവന പ്രായത്തിലും ഒക്കെ ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെ നീ ഓർക്കണേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇത് കുറെ നേരം ഇരുന്ന് കരഞ്ഞു. അത് കുറെ നേരം ഇരുന്ന് കരഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ കട്ടിലിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു ശബ്ദം, പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും യേശുപ്പച്ചൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്റെ ഒരു തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എന്റെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ തൂത്ത് കളഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ ആയുസിനെ നീട്ടി തന്നിരിക്കുകയാണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അപ്പൊ ഞാൻ വീണ്ടും സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു. കർത്താവ് എനിക്ക് ആയുസ് നീട്ടി തന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഇങ്ങനെ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായി. യേശുപ്പച്ചൻ ഇങ്ങനെ തൊട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷം ആ യേശുപ്പച്ചൻ അങ്ങ് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നല്ലോ, ഇനി ഞാൻ കരയണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കിടന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എനിക്ക് രാത്രിയില് പിന്നെ ഉറങ്ങാൻ പേടിയായി. കാരണം ഞാൻ മരിച്ചു പോകുമെന്നുള്ളത് എനിക്കുള്ളതുകൊണ്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കത്തില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് രാത്രി ഉറക്കമില്ല. അപ്പം എന്റെ അമ്മ എന്നോട് എപ്പോഴും എന്നെ നോക്കിയിട്ട് പറയും, നിനക്ക് ഉറക്കം വരുന്നില്ല, നീ ഉറങ്ങുന്നില്ല എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്ക് ആയുസ്സിനെ നീട്ടി തന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ കരഞ്ഞില്ല. അങ്ങനെ വീണ്ടും 21 ദിവസം കഴിഞ്ഞ് ഞങ്ങള്
ഗൈനക്കോളജിയുടെ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് വന്നു, എന്തോ ഇൻഫെക്ഷൻ ഉണ്ട്. പക്ഷെ അത് എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ആ ഡോക്ടറെ ഞാൻ നോക്കി, ഡോക്ടർ പറഞ്ഞു ഇതിലെന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇത് ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അവര് ബയോപ്സിക്ക് അയച്ചു. അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് ദൈവമക്കൾ, ഒരുപാട് ദൈവദാസന്മാര് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ അമ്മാച്ചന്റെ മോളാണെങ്കിൽ പവർ വിഷനിലൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം എന്റെ അമ്മാച്ചൻ പാസ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അമ്മാവി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനാ ഇതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വന്നതും അവര് വീണ്ടും റിപ്പീറ്റ് എടുത്തതും, നീ നോക്കിക്കോ ആ റിസൾട്ട് വരുമ്പോൾ അത് നിനക്ക് നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ആയിരിക്കാം, എനിക്ക് കർത്താവ് ഇങ്ങനെ എന്നെ വിടുവിച്ചല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ വീണ്ടും അവര് അത് അയച്ചു. അയച്ചു കഴിഞ്ഞാൽ അത്ഭുതം എന്ന് പറയട്ടെ, വീണ്ടും അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് എന്നും പറഞ്ഞു വന്നു. കർത്താവ് അവിടെയും എനിക്ക് അത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു വയറിലുള്ള മുഴ. ഈ മുഴ ഞങ്ങൾ ഒരു മെഡിസിനും തരുന്നില്ല, കാരണം ഇത് എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. 6 മാസം കഴിഞ്ഞിട്ട് ഇത് എന്താ വേണ്ടതെന്ന് നമുക്ക് 6 മാസം വരെ നമുക്കൊരു നിരീക്ഷണത്തിൽ വെക്കാം എന്ന് പറഞ്ഞു. ഒരു മെഡിസിൻ തന്നില്ല. അവര് പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഗ്യാസ്ട്രോയുടെ അടുത്തേക്കാണ് വന്നത്. അവിടെ വന്നപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എല്ലാ ടെസ്റ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്കിത് കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ഡേറ്റ് തന്നായിരുന്നു. അങ്ങനെ എനിക്ക് അത് കൊളോണോസ്കോപ്പി ചെയ്തപ്പോഴത്തേനും അതെനിക്ക് നോർമലായി, അതില് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻ ഒന്നും കഴിക്കണ്ട, ഫുഡ് ഇങ്ങനെ കുറച്ചായിട്ട് കഴിച്ചു നോക്കുക, അത് വയറിന് പറ്റാത്തൊന്നും എടുത്ത് കഴിക്കരുത്, ഡയറ്റ് നന്നായിട്ട് നോക്കി ഇമ്പ്രൂവ് ആകുന്നുണ്ടോ നോക്കുക, എന്നിട്ടും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ. അങ്ങനെ വീണ്ടും 6 മാസം കഴിഞ്ഞിട്ട് ഇതെല്ലാം ടെസ്റ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. എങ്കിലും എനിക്ക് പഴയതുപോലെ ആരോഗ്യമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നാൾ വീട്ടിൽ റെസ്റ്റ് ഒക്കെ എടുത്തു. അതിനുശേഷം കർത്താവ് എനിക്ക് ചെറുതായിട്ട് ആരോഗ്യമൊക്കെ തന്നു. അങ്ങനെ ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അപ്പൊ അങ്ങനെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയെങ്കിലും എന്നെ ദൈവത്തിന്റെ ആത്മാവ് ചിലപ്പോ രാത്രിയിൽ ഒരു 2-3 മണി വരെ ഞാൻ ഉണർന്നു. പിന്നെ ഞാൻ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോഴത്തേന് എന്നോട് സംസാരിക്കും, നീ പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന പോലെ യെരൂശലേമിലും യൂദയയിലും എല്ലായിടത്തും ശമരിയിലും നീ എന്റെ സാക്ഷിയാകണം, നിനക്ക് ദൈവം തന്ന വിടുതലിനെ കുറിച്ച് അനേകരോട് പറയണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഒന്നെനിക്ക് നന്നായിട്ട് ആരോഗ്യം വന്നിട്ടില്ല, അപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത്? കാരണം നേരത്തെയൊക്കെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളിലും എന്റെ കൂടെ ജോലി ചെയ്തവരോട് ഒക്കെ ഞാൻ സുവിശേഷം പറയുമായിരുന്നു, യേശുവിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് അത് എങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നത് എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവേ നിന്റെ സമയമാകുമ്പോ എന്നെ അതിനു വേണ്ടി ഇറക്കണേന്ന്. അങ്ങനെ 6 മാസമായി. 6 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈ ടെസ്റ്റുകളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിലെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലായി. അവസാനം വയറിന്റെ സ്കാൻ ചെയ്തു. അവിടെ ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ വയറിൽ ആ മുഴയില്ല. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ മുഴയില്ലായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്നും ഒരു കാര്യം ചെയ്യുമായിരുന്നു, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമായിരുന്നു. ഈ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് കുടിക്കുമായിരുന്നു, കാരണം എനിക്ക് മെഡിസിൻ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയും, കർത്താവ് ഇതെനിക്ക് ഔഷധമാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെള്ളം അങ്ങനെ കുടിക്കുമായിരുന്നു എല്ലാ ദിവസവും. നേരത്തെ ഞാൻ അങ്ങനെ കുടിക്കില്ല, പക്ഷെ ഈ വയ്യാഴിക വന്നതിന് ശേഷം എന്ന് എഴുന്നേറ്റ് ഓരോ ഗ്ലാസ് വെള്ളം ഇങ്ങനെ സ്തോത്രം പറഞ്ഞു കുടിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ആ കർത്താവ് എന്റെ ആ വയറിനുണ്ടായിരുന്ന മുഴ എനിക്ക് കർത്താവ് മാറ്റി തന്നു. അതിനുശേഷം എനിക്ക് ഈ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് കൊണ്ട് എനിക്ക് ഈ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചില് ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് 2 ദൈവദാസന്മാര് വന്നു. ആദ്യം ഒരു ദൈവദാസൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാന് അപ്പൊ കസേരയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് നടന്നപ്പോ എന്നോട് ചോദിച്ചു, സഹോദരി ഇങ്ങോട്ട് നോക്കിക്കേ, സഹോദരീനെ ദൈവം പിടിപ്പിച്ചു കൊണ്ട് നിർത്തിയേക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? നീ എന്റെ സാക്ഷിയാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അപ്പൊ എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, അപ്പൊ എനിക്ക് ഒന്നുകൂടി കൺഫർമേഷൻ വേണം. അങ്ങനെ ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞ് വേറൊരു ദേവദാസം വന്നു. അപ്പൊ ഞാനന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി, ഇന്ന് എനിക്ക് ഫൈനലായിട്ട് എനിക്ക് ഒരു ആൻസർ കിട്ടണം.
അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ പോവാ, ദേവദാസൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പോയി. ഞാൻ അവിടെ ഇച്ചിരി ലേറ്റ് ആയി ചെന്നപ്പം ദേവദാസൻ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്ന് ഇരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ആ ദേവദാസൻ എന്നെ വിളിച്ചു. എന്നിട്ട് ആ ദേവദാസൻ ഞാൻ ജനിച്ചപ്പം മുതല് ഇപ്പൊ ഞാൻ എന്തായിരിക്കുന്ന അവസ്ഥ അത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഈവൻ എന്റെ മോന്റെ ഡെലിവറി സമയത്ത് ലേബർ റൂമിൽ കിടന്ന് പറഞ്ഞ കാര്യം വരെ ഈ ദേവദാസൻ അവിടെ നിന്ന് എന്നോട് പറയാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു പാത്രമാണ് നീ, ഇപ്പം നിന്നെ ഞാൻ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ഞാൻ മറ്റൊരു പാത്രമാക്കി എടുക്കുന്നു. അന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ എനിക്കതിനൊരു മറുപടി. അങ്ങനെ ഡിസംബറിലാണ് ഈ നടക്കുന്നത്. അങ്ങനെ ഡിസംബർ 30-ാം തീയതി രാത്രിയിൽ ഞാൻ ഒരു 3 മണിയൊക്കെ ആയപ്പോ ഉണർന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നപ്പോ എനിക്ക് ഉറക്കം വന്നില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് മരിച്ചു പോകേണ്ടതായ സാഹചര്യം കഴിഞ്ഞുപോയി, പക്ഷെ എന്നെ ഈ ഡിസംബർ 30 കാണാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒന്നിന്റെ 8-ാമത്തെ വാക്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും പോയിന്റെ സാക്ഷിയാകണമെന്ന് വീണ്ടും എന്നോട് സംസാരിക്കുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. അന്ന് സൺഡേ ആണ്, 31-ാം തീയതി രാവിലെ പോയി ആരാധനയ്ക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ദൈവദാസനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം, കാരണം എനിക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ ആരാധന തുടങ്ങിയായിരുന്നു. ആരാധന തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞു ദേവദാസൻ പ്രസംഗിക്കാനായിട്ട് വചനം എടുത്തത് ഈ വാക്യമാണ് ദേവദാസൻ എടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവെ എന്താണ് ഞാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. വീണ്ടും എന്നോട് ഇവിടെ ചർച്ചിൽ വന്നപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ദേവദാസനോട് സംസാരിക്കുകയാണല്ലോ എന്ന് ഞാൻ ആരാധന കഴിഞ്ഞിട്ട് ദേവദാസനോട് പറഞ്ഞു ഇതുപോലെയാണ് കാര്യങ്ങൾ. അപ്പൊ ദേവദാസൻ എന്നോട് പറഞ്ഞു, ജാൻസി ഒരു കാര്യം ചെയ്യുക, ഇന്ന് വൈകിട്ട് നമുക്ക് പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ ജാൻസി പിന്നെ സന്നിധിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ദൈവവേലയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ അതിനുശേഷം ദേവദാസൻ പറഞ്ഞു ബൈബിൾ കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന അടൂർ സെന്ററിൽ അവിടെ ഇപ്പം ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഫസ്റ്റ് ഇയർ ആണ്, ഒരു സെമസ്റ്ററിന്റെ എക്സാം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇങ്ങനെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് എന്നെ ആ കുശവന്റെ കയ്യില് ചീത്തയായി പോയ ഒരു പാത്രത്തെ കർത്താവ് എന്നെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അവന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചപ്പം ഞാൻ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കർത്താവ് ഇപ്പം എന്നെ കേൾക്കുന്നതായ ഓരോ ഈ അരുമറ്റീവിടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് വിശ്വാസത്തോടു കൂടി നമ്മള് ദൈവസന്നിധിയിൽ അടുത്ത് ചെന്നാല് പിന്നെ 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ പിന്നെ കർത്താവിന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് അവള് വിടുതൽ പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തില് പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം. നമ്മളെ നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ദൈവമാണ്. അപ്പൊ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞാണ്. അപ്പൊ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങള്, നിരൂപണങ്ങള് എല്ലാം തന്നെ കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാണെങ്കിൽ കർത്താവ് നമുക്ക് മറുപടി നൽകി തരും. അതിനൊരു സാക്ഷിയാണ് ഞാൻ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് എന്നെ ഇത്രത്തോളം നിർത്തി. ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരം ഒക്കെ നന്നായി കൊണ്ടിരിക്കുന്നു. എനിക്ക് ആരോഗ്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് എനിക്ക് ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ബോഡിയിൽ വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരുപാട് ചേഞ്ചസ് വന്നു തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞ് ഒരു ദേവദാസൻ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ തന്നു.
അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ആ ദേവദാസൻ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വെള്ളം തന്നിട്ടെന്ന് പറഞ്ഞു തന്റെ എല്ലാ ഫങ്ഷൻസും എല്ലാം നോർമലായി. കാരണം എന്റെ ആ ശരീരത്തിന്റെ മെറ്റബോളിസം തന്നെ മൊത്തത്തിലെ മാറിപ്പോയായിരുന്നു. അപ്പൊ ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ച് വെള്ളം തന്നിട്ട് പറഞ്ഞു ഇത് വിശ്വസിച്ച് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വെള്ളം കുടിച്ചു. അപ്പം ഞാനത് കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ നീ എന്നെ സൗഖ്യമാക്കിയെങ്കിൽ എനിക്ക് അതിനൊരു എന്റെ ശരീരത്തിൽ തന്നെ എനിക്കൊരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അത് ഈ ആഴ്ച തന്നെ എനിക്ക് അടയാളം കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ എന്ന് പ്രാർത്ഥിച്ചു അതിന് പിറ്റേന്ന് തന്നെ കർത്താവ് എനിക്ക് അതൊക്കെ ഒരു അടയാളമായിട്ട് കാണിച്ചു തന്നു. അപ്പൊ കർത്താവ് നമ്മൾ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ ചെല്ലുകയാണെങ്കിൽ കർത്താവ് നമുക്ക് അതിനുള്ള നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് മറുപടി നൽകും. അപ്പൊ ഇത്രത്തോളം സമയം എനിക്ക് ഈ അരോമ ടിവിയിൽ സാക്ഷ്യം പറയാനായിട്ട് അവസരങ്ങളെ ഒരുക്കി തന്ന ദേവദാസന് ഞാൻ നന്ദികളെ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും മാന്യ പ്രേക്ഷകർക്കും എന്റെ നന്ദികളെ അർപ്പിക്കുന്നു. എന്നെ ഓർത്തും എന്റെ പഠനത്തെ ഓർത്തും എന്റെ ഭവനമായി ഞങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരേണ്ടതിന് എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഒരു ദൈവഭവനത്തിൽ ദൈവത്തിൻ്റെ മകളായി ദൈവ കൃപയിൽ ജനിച്ച് വളർത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുന്ന പ്രിയ ജാൻസി സിസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യം മുതൽ ഇങ്ങോട്ട് നേരിട്ടിട്ടുള്ളതായ നിരവധി മാനസിക പ്രയാസങ്ങളും പല വിഷയങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ഈ സമീപകാലത്ത് നേരിട്ടതായ ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പങ്കുവച്ചു. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് എനിക്ക് ചിലത് ചെയ്യണം, ചില ആഗ്രഹങ്ങൾ, അംബിഷൻസുകൾ, ചില സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, അത് ഹൃദയത്തിൻ്റെ ആ ഫൗണ്ടേഷനിൽ ആഴത്തിൽ അതിങ്ങനെ ഉറച്ചു നിൽക്കുക. ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നയിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എല്ലായ്പ്പോഴും ബാല്യം മുതൽ ഈ സമയം വരെ ജീവിതത്തിലെ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽ പറഞ്ഞതായ ആ കാര്യങ്ങളിലെല്ലാം ഈ നിമിഷം വരെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ, കീപ്പ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. തുടർന്നും ദൈവം സഹായിക്കട്ടെ. ഇനിയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ മനസ്സിനേറ്റ മുറിവുകളും വേദനകളും ഭാരങ്ങളും അത് മാറിപ്പോകട്ടെ. ശരീരത്തിൻ്റെ എല്ലാ ബലഹീനതകളും മാറട്ടെ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം പിന്നെ ഉപയോഗിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ സമാനതകളോടെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരും ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് ലഭിക്കണം, അതിനെ എത്തിപ്പിടിക്കണം. അത് പരിശ്രമത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ദൈവത്തെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ എന്ന്. ഞാനൊരു കാര്യം പറയാം, ദൈവം ചെയ്യല്ല, നമുക്ക് ചെയ്യുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. നാം കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളാണെങ്കിലും പഠനത്തോടുള്ള ബന്ധത്തിൽ, പരീക്ഷ എഴുതുന്ന കാര്യത്തിലും പഠന വിഷയത്തോടുള്ള ബന്ധത്തിലുമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാകണം. അത് നടക്കുന്ന കാര്യമല്ല. പഠിക്കാൻ ദൈവം ബുദ്ധി തരും, അവസരം തരും. പഠിക്കണം, നന്നായിട്ട് തയ്യാറാകണം. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടായിരിക്കണം. ആ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. സ്വപ്നം പ്രിയ കർത്താവിൻ്റെ ദാസി ജാൻസി ഇവിടെ പറഞ്ഞല്ലോ,
തനിക്ക് നന്നായി പഠിക്കണം, തനിക്കൊരു ടീച്ചറാകണം എന്നുള്ള തൻ്റെ ആ ആത്യന്തികമായ ഹൃദയത്തിലെ ആഗ്രഹം, അതിനുവേണ്ടി പരിശ്രമിച്ചു, നന്നായി പരിശ്രമിച്ചു. അത് സാക്ഷാത്കരിക്കുവാനിടയായി തീർന്നു. നല്ല ഡിഗ്രികൾ കരസ്ഥമാക്കുവാൻ, ഏറ്റവും ഉന്നതമായ കോഴ്സുകളൊക്കെ പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവവചനവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ കുടുംബമായി പ്രയോജനപ്പെടുവാൻ അവർ ആഗ്രഹിക്കുന്നു. അതും ദൈവം അവരിലൂടെ സാധ്യമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ, ചില ആഗ്രഹങ്ങൾ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പ്രാപ്യമാണ്. ആകയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം ആണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം നിന്നു കൊടുക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തിക്കുവാൻ വേണ്ടി നാം ഒരു ഉപകരണമായി തീരുകയും ചെയ്യുമ്പോൾ നമ്മളിലൂടെ ആ പ്രവൃത്തികളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുവാനിടയായി. ഈ സാക്ഷ്യം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേനെ പൂർണ്ണമാകട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശുവിൻ്റെ അമ്മ മറിയ, വേണമെങ്കിൽ ദൂതൻ ആ ഒരു കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് അവളിൽ അടിച്ചേൽപ്പിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അവൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ആ ഭാഗ്യവതിയായിട്ടുള്ള, ആ കൃപ ലഭിച്ചവളെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുവാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മ എന്ന നിലയിലേക്ക് ആയിത്തീരുവാൻ ഇടയായിത്തീർന്നു. പല പ്രിയപ്പെട്ടവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുക. സമയമാകുമ്പോൾ എല്ലാം നടക്കും, സമയമാകുമ്പോൾ രക്ഷിക്കപ്പെടാം, സമയമാകുമ്പോൾ സ്നാനപ്പെടാം, സമയമാകുമ്പോൾ ആത്മാഭിഷേകം പ്രാപിക്കാം, സമയമാകുമ്പോൾ ആത്മീയ ആരാധനയ്ക്ക് പോകാം എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ പലരും മാറ്റിവെച്ചിട്ടുണ്ടാവാം. എന്നാൽ അങ്ങനെയല്ല. ഇത് രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദ കാലമാണ്. കർത്താവിൻ്റെ വചനം കേട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ രക്ഷയുടെ സന്തോഷം നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയും. കർത്താവ് നമുക്ക് തന്നതായ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കഴിയും. അത് നമുക്ക് പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജാൻസി സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ കർത്താവേ ഞങ്ങൾ പാതിപിടി അടുത്ത് വരികയാണ് നാഥാ. കർത്താവേ, ഇത്രയും സമയം കർത്താവെ അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാൻ തക്കോണം ദൈവമായ കർത്താവിനെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ അരോമാറ്റിയുടെ എല്ലാ പ്രേക്ഷകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നാഥാ. കർത്താവെ, അവരോരോരുത്തരുമായിരിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് അവർക്ക് നല്ലൊരു വിടുതൽ നൽകി കൊടുക്കണം. ഈ സാക്ഷ്യം കർത്താവെ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേവദാസൻ ചെയ്യുന്നതായ എല്ലാ മിനിസ്ട്രികളെയും കർത്താവിന് അനുഗ്രഹിക്കണമേ. കർത്താവെ, അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി ഈ ടിവിയുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് മാറ്റിമാറാകണം. ദേവദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അടിയങ്ങളെ അവിടുന്ന് സമർപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥനയായിട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച പ്രിയ സിസ്റ്ററിനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, കാണട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com